GST കൗൺസിൽ നടപ്പിലാക്കിയ നികുതി ഇളവ് പ്രാബല്യത്തിലാകുന്നു. രണ്ടാം തലമുറ ചരക്ക് സേവന നികുതി പരിഷ്കരണം നടപ്പിലാകുമ്പോൾ സാധാരണക്കാരൻ്റെ സമ്പാദ്യം വർദ്ധിക്കുമോ? നികുതി ഇളവ് മോദി സർക്കാർ നേട്ടമായി ഉയർത്തിക്കാണിക്കുമോ? അതിൻ്റെ ബാധ്യത സംസ്ഥാനങ്ങൾക്ക് മുകളിലാകുമോ? നികുതി വരുമാനത്തിലെ കുറവ് നികത്താൻ ഉദ്യോഗസ്ഥരെ പിരിവിനിറക്കുമോ സംസ്ഥാന സർക്കാർ? മോദി നൽകുന്ന ഇളവ് പെറ്റി കേസുകളിൽ പിഴയടച്ചു തീർക്കേണ്ടി വരുമോ മലയാളികൾക്ക്? അതോ ചിലവ് ചുരുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ? കോൺക്ലേവുകളും സംഗമങ്ങളും വാർഷികാഘോഷങ്ങളും ഒഴിവാക്കി മുണ്ട് മുറുക്കി ഉടുക്കുമോ പിണറായി സർക്കാർ? നികുതി ഇളവിൽ ഗണ്യമായ ഗുണം മലയാളിക്ക് ലഭിക്കുമോ? നികുതി ഇളവ് വഴി 2 ലക്ഷം കോടി രൂപ ജനങ്ങളുടെ കയ്യിൽ എത്തും എന്നും ഇത് ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നു. പക്ഷേ ഇത് ഫൈനടച്ചും സേവനങ്ങൾക്ക് അധിക നിരക്ക് നൽകിയും മുടിയുമോ മലയാളി? ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ നികുതി പരിഷ്കരണം, രണ്ടാം തലമുറ നികുതി പരിഷ്കരണത്തിന് സർക്കാർ തയ്യാറാവുകയാണ്. നാളെയോടുകൂടി ഈ നികുതി പരിഷ്കരണം പ്രാബല്യത്തിൽ വരികയും ചെയ്യും. സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ ബാധ്യതയാകും അവർക്ക് മുകളിൽ എന്ന ഒരു കണക്കുകൂട്ടൽ ഉണ്ട്. പക്ഷേ അതിൽ കേന്ദ്രത്തിൻ്റെ സഹായം ഏത് തരത്തിൽ ലഭിക്കും എന്ന് ആണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി ഈ നേട്ടം ഉയർത്തിക്കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ BJP MP-മാർക്ക് പദയാത്രകൾ നടത്താനും ഈ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുമൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിരവധി പ്രേക്ഷകർ ഇന്ന് പ്രതികരണങ്ങളുമായി എത്തുന്നുണ്ട്. ആദ്യം ശിവദാസൻ ബാലരാമപുരത്ത് നിന്നുണ്ട്, ഷാജിയും പത്തനംതിട്ട നിന്നുണ്ട്. ശ്രീ ഷാജി കേൾക്കാമോ? നമസ്കാരം. അപ്പോൾ വലിയൊരു നികുതി പരിഷ്കരണം. അമ്മയ്ക്ക് അസുഖമൊക്കെ കുറവുണ്ടോ? അസുഖം ഇപ്പോൾ കുറവുണ്ട്, നല്ല രീതിയിൽ മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ്. ഏതായാലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ മനസ്സാറിന്റെ അമ്മയ്ക്ക് വേണ്ടിയും മനസ്സാറിന് വേണ്ടിയും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത് നൽകുന്ന പിന്തുണ, കരുത്ത്, അതൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ശ്രീ ഷാജി ഏതായാലും നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, പത്തനംതിട്ടക്കാരനാണ്. ശ്രീ ഷാജി, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ നികുതി ഒരു ഇളവ് വലിയ ഇളവാണ്. ഇത് പക്ഷേ സംസ്ഥാനങ്ങളുടെ മുകളിൽ അധിക ബാധ്യതയായി വരും. ഇതൊരു രാഷ്ട്രീയ നേട്ടമായി കേന്ദ്ര സർക്കാരിന് കേരളത്തിൽ ഉയർത്തിപ്പിടിക്കാനാകുമോ? സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയില്ലേ? ഇന്നലെ ശബരിമലയെ പറ്റി ഒരു സംഭവം ഉണ്ടായി, ഇന്ന് ഈ സംഭവത്തെ പറ്റി ഉണ്ടായി. ഇതൊക്കെ കേന്ദ്ര സർക്കാർ എന്തായാലും ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ അപ്പുറത്തോട്ട് വേറൊന്നും നമുക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സത്യമാണ്. പക്ഷേ ഇതൊരു നികുതി കുറയുമ്പോൾ അത് സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ. ആർക്ക് വേണ്ടി നമ്മളൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരല്ലേ എല്ലാ മനുഷ്യരും. പണം കൊണ്ടല്ലേ ഇവര് സൂഹിക്കുന്നേ. അതെ, പക്ഷെ അപ്പൊ നികുതി കുറയുമ്പോ അവർക്ക് കൂടുതൽ പണം അവരുടെ കയ്യിൽ നിൽക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അവരുടെ കയ്യിൽ. ഞാൻ ചോദിക്കട്ടെ സാർ, ഒരു കാര്യം ചെയ്യാമോ? നാളെ പത്തനംതിട്ടയിലോട്ടൊന്ന് വരാമോ? പത്തനംതിട്ടയിലോട്ട് വരാന്നുണ്ടെങ്കിൽ ആ പാലം പണിയുന്ന എന്തുവെന്ന് കണ്ടേ. ഒരു പാലം അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ കോഴഞ്ചേരി പാലം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെങ്കിൽ അതുപോലെ ഹോസ്പിറ്റൽ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആർക്ക് എന്ത് ഗുണം? ഹോസ്പിറ്റലുകൾ ആർക്കെന്ത് ഗുണമെന്നോ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ അതിനെക്കാട്ടി വലിയ മെഡിക്കൽ കോളേജ് കോന്നിയിലുണ്ടായിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യാത്ത ഒരു സർക്കാരാണോ ഇപ്പം അവിടെ പിന്നെ ഇത്രയും കോടികൾ മുടക്കി അത്രയും ചെയ്യുന്നേ? അപ്പൊ അങ്ങ് പറയുന്നത് സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളൊന്നും താഴെ തട്ടിലെത്തുന്നില്ല എന്ന ഒരു ആക്ഷേപമാണ് അല്ലേ? ശരി, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അല്ലെങ്കിൽ ആംബുലൻസ് ഒക്കെ വിളിച്ചോണ്ട് എന്തിനാ കോട്ടയത്തൊക്കെ പോന്നേ? 24 മണിക്കൂറും വിളിച്ചോണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകേണ്ട കാര്യമുണ്ട്. ശരി, വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ ശിവദാസൻ ബാലരാമപുരത്ത് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശിവദാസൻ, നികുതി പരിഷ്കരണം വരുന്നു. സംസ്ഥാനത്തിന് 10,000 കോടി രൂപ അധികം കണ്ടെത്തേണ്ടി വരും. കേന്ദ്രം സഹായിക്കുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇത് മോദി സർക്കാരിന് ഗുണകരമാകും. കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ
നരേന്ദ്രമോദി അല്ലെങ്കിൽ BJPക്ക് അതൊരു രാഷ്ട്രീയ നേട്ടമാകുമോ? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ വിളിച്ചിട്ട് 2-3 മാസമായി. കാരണം സാറിന്റെ അമ്മയ്ക്ക് സുഖമാണോ? 2-3 മാസമായോ? 3 മാസം ഞാൻ വിളിച്ചിട്ട്. അയ്യോ, അത് വളരെ വലിയൊരു കാലയളവാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത് അങ്ങനെ ഞാൻ അങ്ങ് ഇതിൽ ഇടപെടൽ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇല്ല. കാരണം അമ്മ കഴിഞ്ഞ നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ. അമ്മയാണല്ലോ നമ്മൾ ദൈവം. സുഖമായിരിക്കുന്നു. പിന്നെ എന്താ പറയാ, എന്റെ അമ്മയ്ക്ക് സുഖമല്ല, 98 വയസ്സായി. അങ്ങനെയായിരുന്നു. ചേച്ചി മരിച്ചു, അളിയൻ മരിച്ചു. അങ്ങനെ വിളിക്കാൻ മുറിയില്ലായിരുന്നു. ഇതൊക്കെ ഉണ്ടായി അല്ലേ? 2 മരണങ്ങൾ നടന്നു എന്നാണ് പറഞ്ഞത് വീട്ടിൽ. 3 മരണം സാറേ. 3 മരണം. ഒന്ന് എന്റെ വലിയ മൂത്ത ചേച്ചി, എന്നെ വളർത്തി. ചേച്ചിക്ക് 78 വയസ്സ് വരും. എന്റെ അളിയന്റെ എന്റെ മോളെ ഭർത്താവിന്റെ അച്ഛൻ അത് പെട്ടെന്ന് ആഹാരം കഴിച്ചോണ്ടിരിക്കുക മരിച്ചുപോയി. പിന്നെ അങ്ങനെയൊക്കെ ആയപ്പോ ഒന്ന് വിളിക്കാണ്ട് ഒരു മനസ്സ് ശരിയല്ലായിരുന്നു. പിന്നെ ഇന്ന് അറിഞ്ഞില്ല, അറിയിക്കാൻ വിളിച്ചിട്ട് പറയേണ്ട ഇത് പറ്റില്ല സാറേ. കാരണം പറ്റാത്ത അവസ്ഥയിലായിരുന്നു വിളിച്ചു. അതെ, 3 മരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആരായാലും ഏത് കുടുംബമായാലും ഒന്ന് വേദനയിൽ തന്നെ. അവർക്ക് ഒരാൾ പോയാൽ തന്നെ നമുക്കൊരു സങ്കടമാണ്. അപ്പോൾ 3 പേർ പോകുമ്പോൾ ആലോചിക്കാൻ കഴിയില്ല. അതത്ര ഏതായാലും അങ്ങേക്കും കുടുംബത്തിനും ആ ദുഃഖകരമായ സാഹചര്യം താണ്ടി മുന്നിലേക്ക് വരാൻ കരുത്തുണ്ടാകട്ടെ എന്ന് ഞാൻ പൊതുവേദിയിലെ പ്രേക്ഷകരും ഒക്കെ ആഗ്രഹിക്കുകയാണ്. വളരെ നന്ദി സാർ. നമസ്കാരം. ഈശോ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ ഇന്ന് വിളിച്ചത് ഈ നികുതിയുടെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടും സാധാരണക്കാർക്ക് വളരെ നേട്ടമാണ്. കാരണം ഞാൻ 4 മാസത്തേക്ക് ഒരുക്കുകയാണ്, 3 മാസത്തേക്ക് ഒരുക്കുകയാണ് 475 LIC അടച്ചത്. അതിപ്പോ തീർന്നു. അപ്പോ തീർന്നപ്പോ ഞാൻ വാങ്ങാൻ പോയപ്പോൾ അത് പറഞ്ഞ ആദ്യം എനിക്ക് 67,000 രൂപ കിട്ടുള്ളായിരുന്നു. പക്ഷെ ഇപ്പോ ഈ നികുതി കുറച്ചപ്പോ 99,000 രൂപ കിട്ടും. അപ്പൊ GST പോകുന്നില്ല. അതൊരു നേട്ടം. അതുപോലെ തന്നെയാണ് ഈ ഇലക്ഷൻ നോക്കി ഒന്നുമില്ല. ഞാൻ മോദി സർക്കാരിനെയോ BJP എന്ന് പറയുന്നത്. പക്ഷെ മോദി സർക്കാർ എന്ന് പറഞ്ഞാൽ മോദി എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ത്യ രാജ്യത്ത്, ഞങ്ങൾ കോൺഗ്രസ്സുകാരനാണ്, ഇന്ത്യ രാജ്യത്ത് ഇത്രയും പാർട്ടി ഭരിച്ചിട്ട് പോലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന നേതാവാണ് മോദിജി. അതാണ് ഇപ്പം ട്രംപ് എന്തെല്ലാം ചാടി അവസാനം എവിടെ വന്നു? അദ്ദേഹം എല്ലാരും കാലുപിടിക്കാൻ പോയി. പ്രധാനമന്ത്രി എല്ലാരും കാലുപിടിക്കാൻ. അതായത് ഞാൻ ചോദിക്കുന്നത് ഇത് അതിജീവിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുമോ? അതാണ് നമ്മുടെ ചോദ്യം. എന്താ സാറേ? ഈ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാരുകൾക്ക് വരുമല്ലോ, അത് അതിജീവിക്കാൻ. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം 100% കറക്റ്റ് പാർട്ടി, 60% പാർട്ടി വരും. അത് ചെയ്യേണ്ടത് അതും കൂടി നമ്മുടെ കേന്ദ്രം മനസ്സിലാക്കണം. അപ്പൊ അവിടുന്ന് തന്നെ ഒരു നഷ്ടപരിഹാരം GSTയിൽ നേരത്തെ കിട്ടിയ പോലെ കിട്ടണമെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? അപ്പൊ നമുക്കിന്ന് കുറച്ച് പ്രേക്ഷകർ അധികം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കാം. ഏതായാലും അങ്ങയുടെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ ദുഃഖകാലഘട്ടം അതിജീവിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. ശ്രീ ശിവദാസൻ ബാലരാമപുരം. മൊയ്തീൻ കുഞ്ഞ് എന്നോടൊപ്പം ചേരുന്നത് കായംകുളത്താണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ് കേൾക്കാമോ? നമസ്കാരം മനു. നമസ്കാരം. നികുതി ഇളവ് കേരളത്തിന് നൽകുന്ന പ്രതിസന്ധിയെ എങ്ങനെ നമ്മൾ അതിജീവിക്കും? ശ്രീ, ഞാൻ ആദ്യമേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ നികുതി ഇളവ് പെട്രോളിനും ഡീസലിനും ഗ്യാസിനും ഒക്കെ നിലവിൽ വരുമോ? ഇല്ല, GSTയിൽ പെട്രോൾ വരുന്നില്ല. പെട്രോൾ വരണമെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുവോ ശ്രീ മൊയ്തീൻ? അല്ല, ഈ നികുതി ഇളവ് ഇതിലും കൂടെ വരേണ്ടതല്ലയോ? വരേണ്ടതാണ്. ഞാൻ ചോദിക്കുന്നത് അതാണ്. അങ്ങ് UDF കാരനാണല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതെന്താ അങ്ങനെ ഒന്നും ആവശ്യപ്പെടാത്തത്? നമുക്ക് GSTയിൽ അതും കൂടി ഉൾപ്പെടുത്തണമെന്ന്. പിന്നെ ഈ GST ഇളവില ആദ്യമേ പൊതുജനങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടാവും. അത് കഴിയുന്നുടനെ ഓരോ സംസ്ഥാനങ്ങളും ആ നികുതിക്ക് നഷ്ടം വരുമ്പോൾ, സംസ്ഥാനത്തിന് കുറവ് വരുമ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാർ ഈ ഉദ്യോഗസ്ഥരെ പിരിവിന്റെ പാത്രവുമായി പുറത്തേക്ക് ഇറക്കും. ഞാൻ ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങി. പലയിടങ്ങളിലും പോലീസ് നിന്ന് പണപ്പിരിവ് നടത്തുകയാണ് കേട്ടോ. വലിയ പ്രതിസന്ധിയിലാണ് സർക്കാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും പാവപ്പെട്ട പോലീസുകാർക്ക് കോട്ട കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. എല്ലായിടത്തും പിരിവാണ്. അതുപോലെ ഉദ്യോഗസ്ഥരോടും ഒക്കെ പരമാവധി പിരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരൻ അതുവഴി പോകുന്നവനെല്ലാം വാഹനത്തിൽ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും വാഹനം നിർത്തിയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുക, അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുക. പിന്നെ അത് ഗതാഗത തടസ്സം സൃഷ്ടിച്ചു എന്ന് പറയുക. അപ്പോൾ 100, 500, 200 ഒക്കെ അടയ്ക്കുന്നവൻ ഇതിന് കേസിനൊന്നും പോകാൻ നിൽക്കില്ലല്ലോ. അവന് ഇത് പരാതിപ്പെടാനും കഴിയില്ല. അടയ്ക്കുക എന്നൊരു നിർവാഹമേ ഉള്ളൂ. അങ്ങനെ അടപ്പിക്കുക. അങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് 100, 500 ഒക്കെ വെച്ച് ഡെയിലി പിരിച്ചു തുടങ്ങിയാൽ ഇത് അങ്ങനെ അതിജീവിക്കാൻ കഴിയും. ഇടിച്ചു പിരിഞ്ഞവരെടുത്തോളും ഏത് സർക്കാരായാലും. കാരണം
ഇത് ഭരിക്കുന്നവരാരും കൊണ്ടുവരുന്നില്ലല്ലോ. ജനങ്ങൾ തന്നെ ഇത് കൈകാര്യം ചെയ്യണം. അല്ല, അതിന് വേറൊരു വഴിയുണ്ട്. സർക്കാരിൻ്റെ ദൂർത്തും സർക്കാരിൻ്റെ മറ്റ് ചെലവുകളും ഒക്കെ ഒന്ന് ചുരുക്കുക. പിന്നെ ഇങ്ങനെ വാർഷിക പരിപാടികളും ഘോഷയാത്രകളും കേരള യാത്രകളും ഒക്കെ ഒന്ന് വെട്ടിച്ചുരുക്കി കുറേയൊക്കെ വളരെ കാര്യക്ഷമമായ ഒരു ഫിസിക്കൽ സംവിധാനം പരിശോധിച്ച് ഒരു ഫിസിക്കൽ റീസ്ട്രക്ചറിങ് നടത്തി അത് ധനവിനിയോഗം വളരെ സൂക്ഷ്മമായി നടത്തുക എന്നതാണ് അതിലൊരു പോംവഴി. അതിനൊക്കെ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുമോ? മനു, എന്റെ അധികാരം ഞാൻ ജനങ്ങളിൽ കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ദൂരത്ത് ഒരുപാട് പേര് വരും. ഇതെല്ലാം എങ്ങനെ വന്നാലും ജനങ്ങളുടെ പുറത്ത് തന്നെ ഇത് അടിച്ചേൽപ്പിച്ച് അവർ മുതലാക്കി എടുക്കും. അതിന് യാതൊരു തർക്കവുമില്ല. ശരി, ഓക്കെ. ബാലകൃഷ്ണൻ വടകര നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര, അങ്ങയ്ക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. മോദിജി അങ്ങയുടെ പ്രിയപ്പെട്ട നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങയുടെ പ്രിയപ്പെട്ട നേതാവാണ്, നമ്മുടെ മൊത്തത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. വലിയ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തി. ഇന്നിപ്പോൾ ഇനി വീണ്ടും 5 മണിക്ക് ജനങ്ങളെ കാണാൻ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു പ്രഖ്യാപനമാണ്. വലിയ തോതിൽ നികുതി ഇളവ് വരും. ഈ നികുതി ഇളവ് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുമോ? ശ്രീ നമസ്കാരം സാർ. നമസ്കാരം. മോഡിജിയുടെ ബഹുമാന്യനായ വളരെയധികം പ്രിയപ്പെട്ട നേതാവ് തന്നെയാണ്. അതെ. പക്ഷെ ഈ കേരളത്തിൽ ഈ നികുതി കൊണ്ടും ഉണ്ടാകുന്ന ഇടിവ് പാവങ്ങളിൽ തന്നെയാണ് അടിക്കുക. ഒരു വിധത്തിൽ പാവങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നികുതി ഇളവ് കൊണ്ട് കിട്ടും. പക്ഷെ മറുവശത്ത് വീട്ടു നികുതിയും കറണ്ട് നികുതിയും കേരള ഗവൺമെന്റ് ഇപ്പൊ തന്നെ കൂട്ടും. സേവന നിരക്കുകളെല്ലാം വർദ്ധിപ്പിക്കുമെന്നാണ് അങ്ങ് ഭയക്കുന്നത് അല്ലേ? ഭയക്കാനൊന്നുമില്ല. അവർക്ക് എല്ലാ വിധത്തിലും കടമെടുക്കാൻ അനുവദിക്കുന്നില്ല. പരിധി വിട്ട് കടമെടുക്കാൻ അവർ അനുവദിക്കുന്നില്ല. ഇപ്പം തന്നെ കടത്തിന്റെ അങ്ങേയറ്റം എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് ഒന്ന് ചെലവ് ചുരുക്കാൻ സർക്കാരിന് കഴിയില്ലേ? അല്ല, ചെലവ് ചുരുക്കുക എന്ന് കേരളത്തിലെ ചെലവ് ചുരുക്കണം. ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ടമാനം ദൂർത്തടിക്കുവാനും സമ്പാദിക്കുവാനും എല്ലാം കൂടി ഭാരിക്കോലി ശമ്പളം കൊടുക്കുന്നില്ലേ സാർ? നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ, ഈ ഉദ്യോഗസ്ഥന്മാർ എത്ര ശതമാനം നികുതിയുടെ എത്ര ശതമാനം അവർക്ക് കൊടുക്കുന്നത്? അവർക്ക് എങ്ങനെയാ കൊടുക്കുന്നത്? അവർക്ക് ജീവിക്കുവാനും ആർത്തുല്ലസിക്കുവാനും ദൂർത്തടിക്കുവാനും ഒക്കെ ഭാരിക്കോരി കൊടുക്കുന്നതൊക്കെ പരിശോധിക്കേണ്ട, കാലഘട്ടത്തിനനുസരിച്ച് പരിശോധിക്കണ്ടേ? യൂണിയന്റെ താല്പര്യവും അവര് സപ്പോർട്ട് നിന്നാലേ ഭരണം കിട്ടൂ എന്നൊക്കെ മനസ്സിലാക്കി ശമ്പളം ഭാരിക്കോരി കൊടുക്കുന്നത് കൊണ്ടല്ലേ നമ്മളെ കേരളത്തിലെ ശമ്പള സ്കെയിൽ എത്രയാ സാർ? ജീവിക്കുവാനും ഉദ്യോഗസ്ഥർക്കും ജീവിക്കണം. ഞാൻ ശമ്പളം അവരുടെ കുറയ്ക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ എങ്കിലും നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരിക, ചിലയിടങ്ങളിലൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുക. ചിലയിടത്ത് വളരെ വളരെ അധികം ശമ്പളമാണ്, ചിലയിടത്ത് ശമ്പളം തീരെ ഇല്ല താനും. അപ്പോൾ ആശാവർക്കർമാരുടെ ദുരസ്ഥ അവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഞാൻ മൊത്തത്തിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അല്ല പറഞ്ഞത്. സത്യത്തിൽ ബ്യൂറോക്രസിയാണ് ഭരിക്കുന്നത്. അതെയോ? കാരണം അവരല്ലേ ഇത് എഴുതി ഉണ്ടാക്കേണ്ടത്. അപ്പൊ ജനാധിപത്യം എന്ന് പറയുകയാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ മേലാളന്മാരുടെ കൈപ്പിടിയിലാണ് ഇതൊക്കെ. അവരൊക്കെ എഴുതിയുണ്ട്, IAS എഴുതി ഉണ്ടാക്കുമ്പോ അവരെ കണക്കാക്കൂലേ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ജനാധിപത്യം എന്ന് പറയാതല്ല, ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണം രാജ്യത്ത് നടക്കുന്നില്ല ശരിക്കും. കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലെ എവിടെയായാലും കുറച്ചുകൂടി ജനാധിപത്യ രീതിയിൽ തന്നെ ഭരണം. കാരണം 20,000 ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 1.5 ലക്ഷവും 2 ലക്ഷവും ഇവിടെ തന്നെ കേസ് 2 ലക്ഷം അല്ല കേട്ടോ, ചിലരുടെയൊക്കെ ശമ്പളം 4 ലക്ഷമൊക്കെ ആയി കഴിഞ്ഞു. ഇതിനൊക്കെയുള്ള ഒരു യോഗ്യതയില്ലാത്ത ഒരു യോഗ്യതയും വേണ്ടാത്ത ചില തസ്തികകളിലേക്കാണ് ആളുകളെ 4 ലക്ഷത്തിനൊക്കെ നിയമിക്കുന്നത്. അല്ല, അങ്ങനെയല്ല സാർ ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ ഒരു വിഭാഗത്തിന് അടിച്ചാൽ KSEBയിൽ മസ്തൂറായിട്ട് ജോലി ചെയ്യുന്നവർ, ഞാൻ അവരെ ആക്ഷേപിക്കുന്നതല്ല, അവരൊക്കെ 8ാം ക്ലാസ് പാസ്സുകാരാണ്. അവർക്കൊക്കെ 60,000 80,000 ഒക്കെ പറഞ്ഞു കേട്ട ശമ്പളം. അത് ശരിയോ തെറ്റോന്ന് ഞാൻ അറിയില്ല. സോറി, പെൻഷൻ കുറവാണെങ്കിൽ എന്താ സാർ? 60,000 കിട്ടിയാൽ സമ്പാദിക്കാനും ജീവിക്കാനും ഉണ്ടാവില്ലേ? പിന്നെന്തിനാ സാർ പെൻഷൻ? ഇതെന്താ പൈസ കത്തിച്ചിട്ടാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്? കുറയ്ക്കലൊന്നും സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒരു 60,000 കിട്ടിയിട്ടും പലർക്കും ജീവിക്കാൻ കഴിയുന്നില്ലെന്നാണ് അതിലെ ചില ആളുകൾ എന്നോട് പറയുന്നത്. അല്ല, അതല്ല ഞാൻ പറയുന്നത്. ഈ ബ്യൂറോക്രസി ഭരണം ഉള്ളിടത്തോളം കാലം ഇതേ നടക്കൂ. ജനാധിപത്യത്തിൽ ചങ്കൂറ്റുള്ള മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞു പരിശോധിക്കണമെന്ന്. എന്താ സ്ഥിതി? ഇവിടുത്തെ കർഷക തൊഴിലാളികളുടെ സമരത്തിനിറങ്ങി. അവർക്കറിയാം എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്. ആന്റണി പറഞ്ഞത് ഇവിടെ പാപ്പരാവുന്നത് കൊണ്ടാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ ഭാരി കൊടുത്താൽ സാധാരണക്കാരന് ഏറ്റവും അടിത്തട്ടിൽ ബുദ്ധിമുട്ടി കൂലിപ്പണിക്കാരൻ ബുദ്ധിമുട്ട്. ആ കൂലിപ്പണിക്കാരൻ ആ സമരത്തിനിറങ്ങി. അപ്പൊ ഏതായാലും താങ്കളുടെ അഭിപ്രായം കുറെ ആളുകൾ യൂട്യൂബിൽ വന്നുകൊണ്ടാണ്. നമുക്ക് അപ്പോൾ വിശദമായിട്ട് പിന്നെ ഒരു ദിവസം സംസാരിക്കാം. പ്രസാദ് മെത്തായി എന്നോട് പറയുന്നത്
ഈ അദ്ദേഹം മോദിക്കെതിരാന്ന് തോന്നണം, മോദി ഒളിച്ചോടും എന്നൊക്കെ പറയുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതിയിടുകയാണോ എന്ത് പ്രസാദ് മത്തായി. അപ്പോൾ സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മനു നമസ്കാരം എന്ന് പറയുന്നു. ഓക്കെ. ഷിജു ചേർന്നിട്ടുണ്ട്, നമസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ ഇന്നും പൊതുവേദി അപ്ഡേറ്റ്സ് കിട്ടിയില്ല. അപ്പോൾ പ്രവീണയോട് ഇത് ഒന്ന് അന്വേഷിക്കാനാണ് പറയുന്നത്. അപ്പോൾ പ്രവീണ കേൾക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പൊതുവേദി അപ്ഡേറ്റ്സ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പൊതുവേദി വരുന്നു എന്നൊരു അലേർട്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി നോക്കാം. അത് എന്തോ സാങ്കേതിക പ്രശ്നമാണ്. ഈ സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മൾ ഒന്ന് പരിഹരിക്കേണ്ടതാണ്. ഓക്കെ, മുമ്പ് ചെയ്യാം. ഷമീർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ നികുതി കുറയുന്നത് എല്ലാവർക്കും നല്ലതാണ്. 90% ആളുകൾക്ക് നികുതി കുറയും. വെരി ഗുഡ്. എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയുന്നവരോട് ഒന്നും പറയാനില്ല എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ ജയകുമാർ ചേർന്നിട്ടുണ്ട്, നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സുനിൽ പറയുന്നത് നമ്മുടെ ശിവദാസൻ BJP കാരനല്ല, പക്ഷേ സത്യം പറയുന്ന ആളാണ്. അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ കേന്ദ്രത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ നോക്കരുത്. നമ്മൾ വരുമാനം കണ്ടെത്തണം, വ്യവസായം കൊണ്ടുവരണം എന്നൊക്കെ. നമ്മുടെ ബ്ലൈറ്റി ഡേയ്സ് നമ്മളോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ബ്ലൈറ്റി UK-യിൽ നിന്നാണ്. അപ്പോൾ ബ്ലൈറ്റി കുറച്ച് ദിവസം നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചുപോയെന്ന് എനിക്കറിയില്ല. സാധാരണ അദ്ദേഹം UK-യിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നികുതി കുറവ് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടും, ടൂറിസം മേഖലയ്ക്ക് ഉണർവേകും, രാഷ്ട്രീയ നേട്ടം കേരള സർക്കാർ കൊണ്ടുപോകും എന്നാണ് ബ്ലൈറ്റി പറയുന്നത്. ഇതൊക്കെ ഫലപ്രദമായി പ്രചരിപ്പിക്കാൻ പറ്റിയ നേതാക്കൾ BJP-യിൽ ഉണ്ടോ എന്നൊരു സംശയം. ഏതായാലും ഈ വിഷയത്തിൽ ഇത് പ്രചരിപ്പിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ നിരക്കുകൾ ചൊവ്വാഴ്ച വരുന്നൊരു സാഹചര്യത്തിൽ സെപ്റ്റംബർ 29 വരെ രാവിലെയും വൈകുന്നേരവും പിന്നെ മാർക്കറ്റിൽ പദയാത്ര നടത്തുക, കാൽനട യാത്രകൾ നടത്തുക, MP-മാർ കടകൾ സന്ദർശിക്കുക, അവർക്ക് പൂക്കൾ MP-മാർ പിന്നെ അവരോട് പറയുക, അഭിമാനത്തോടെ പറയൂ ഇത് സ്വദേശിയാണ് എന്ന് അവരോട് പറയുക. പിന്നെ പ്ലക്കാർഡുകൾ അങ്ങനത്തെ നൽകുക, കടയുടമകളുമായി സംവദിക്കുക, വരാനിരിക്കുന്ന ഉത്സവങ്ങൾക്ക് ഒക്കെ അവർക്ക് ആശംസകൾ നേരുക, GST ആനുകൂല്യങ്ങളെക്കുറിച്ച് അവരോട് പറയുക, ആനുകൂല്യങ്ങൾ സാധാരണ പൗരന്മാരിലേക്ക് എത്തണം എന്ന് അവരോട് ആവശ്യപ്പെടുക. അപ്പോൾ ഉത്സവത്തോടെ ഒരു സ്വദേശി ക്യാമ്പയിനും നടത്തണം. അപ്പോൾ അഭിമാനത്തോടെ ഇത് സ്വദേശിയാണെന്ന് പറയണം എന്നൊക്കെയുള്ള നിർദ്ദേശമാണ് BJP MP-മാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അടുത്ത ദിവസങ്ങളിൽ തൊട്ട് അവർ ഇത് പദയാത്രകൾ നടത്തും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ ഗോളാന്തരം ചേർന്നിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് പലപ്പോഴും വരാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലായി, നൈറ്റ് ഷിഫ്റ്റിൻ്റെ ബുദ്ധിമുട്ട്. ഓക്കെ. കേരളം മുന്നേറുന്നത് കേന്ദ്രം എന്തെങ്കിലും ഉരുട്ടി തരുന്നത് കൊണ്ടല്ല എന്നാണ് AK കൃഷ്ണൻകുട്ടി പറയുന്നത്. കേന്ദ്ര സഹായം ഏറ്റവും കൂടുതൽ കിട്ടുന്ന സംസ്ഥാനമാണ് ഏറ്റവും കുറവ് കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം. ഇനിയും അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയുന്നു. കേരള BJP-യുടെ വളർച്ചയ്ക്ക് സഹായം ആകും ഇത് എന്ന് പറയുന്നു. ഗ്ലാഡിയേറ്റർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടും. കാരണം നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്, പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ജമ്പ് ചെയ്ത് പോയിട്ട് എനിക്ക് വായിക്കാൻ കിട്ടിയില്ല. ഓക്കെ. അപ്പോൾ കൃഷ്ണൻകുട്ടി പറയുന്നത് കേന്ദ്രം അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാരിക്കോരി കൊടുക്കും, കേരളത്തിന് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കും, കേരളത്തിന് ചക്കര ഉമ്മയും കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്ലാഡിയേറ്റർ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് പോലുള്ള സാധനങ്ങൾ പുറത്തുള്ള സംസ്ഥാനങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നു. റേറ്റ്സ് ആർ നോട്ട് കമ്മിങ് ഡൗൺ ആസ് പെർ GST ഗെറ്റിംഗ് ഡിക്രീസ്ഡ് എന്ന് ഷിജു പറയുന്നു. കേന്ദ്രം പലതവണ നെല്ലിൻ്റെ താങ്ങുവില കൂട്ടിയിട്ടും ഇവിടെ അത് കിട്ടാതെ കേരളം വിഹിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഫലത്തിൽ കർഷകന് കിട്ടുന്നില്ല. അതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ കർഷക സ്നേഹം എന്ന് പറയുന്നു. മോഹനൻ ES പറയുന്നു കണ്ണാടി കാണുമ്പോഴും തൻ്റെ മുഖം ഏറ്റവും നന്നെന്ന് നിരൂപിക്കും എത്രയോ വിരൂപന്മാർ എന്ന് കാവ്യാത്മകമായുള്ള ഒരിതാണ്. KK നാസർ വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. നാസർ കേൾക്കാമോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് ഈവനിങ്. യെസ്, ഞാനും ചില പൊതുവേദിയിൽ ചില ആളുകൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അവർ വിദേശത്തുള്ളവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ പ്രദീപൊക്കെ വിളിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് അവർ പറഞ്ഞു, കാരണം അവർ അവിടെയാണ്. ഞാൻ വിചാരിച്ചു നാസർ വിദേശത്തോ മറ്റോ പോയോ? ഇല്ലല്ലോ. ഇല്ല സാർ, സോറി പറഞ്ഞു പോയതാ. അത് സാരമില്ല. അതൊക്കെ നമ്മൾ മനുഷ്യർക്കൊക്കെ പല തെറ്റുപറ്റാത്തവരുണ്ടോ മനുഷ്യരായിട്ട്? പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് ചെറിയ തെറ്റുപറ്റി കഴിഞ്ഞാൽ എടുത്തിട്ട് അലക്കും ഫേസ്ബുക്കിൽ, ഇവൻ എന്ത് കഴിച്ചിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ സാരമില്ല, അതൊക്കെ നമ്മൾ ഇത് വരും. പക്ഷേ സാധാരണക്കാർക്ക് തെറ്റുപറ്റാം, പൊതുജനങ്ങൾക്ക് തെറ്റുപറ്റാം, അതൊന്നും ഒരു വിഷയമല്ല. അപ്പം നാസർ എന്താണ് കരുതുന്നത്? ഈ കേരള സർക്കാർ ഈ നികുതി ഇളവ് അതിൻ്റെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കും നാസറെ? സാറ്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് GST എന്ന് പറയുന്ന ഈ ഇളവ്. അതിനോട് നമ്മൾ വളരെ എന്താ പറഞ്ഞാ സപ്പോർട്ട് ചെയ്യാണ് ഞങ്ങൾക്ക്. ചെയ്യും. നാസർ ഏതെങ്കിലും കച്ചവടമൊക്കെ ചെയ്യുന്ന ആളാണോ?
ഇല്ല സാറേ, ഞാൻ സാധാരണക്കാരനാണ്. കച്ചവടങ്ങളൊന്നും ചെയ്യാറ് കുറവാണ്. എങ്കിലും ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ GST വന്നതോടുകൂടി 2% 3% പൈസ ജാസ്തി കൊടുത്താണ് ഞങ്ങൾ മേടിക്കുന്നത്. അതിപ്പോ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കുറയുന്നതാണ് സാർ. സാധാരണക്കാരായ കൂലിപ്പണിക്കാരോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആൾക്കാർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ സംസ്ഥാന സർക്കാരിന്റെ വരുമാനം കുറയും. സംസ്ഥാന സർക്കാരിൻ്റെതായ ഉദ്ദേശിക്കുന്നല്ല സാർ, ഞാൻ ഉദ്ദേശിച്ചത് സാധാരണക്കാരായ ജനങ്ങളാണ്. അത് ഞാൻ സമ്മതിച്ചു. സാധാരണക്കാരുടെ പൈസ എന്നൊരു നികുതി വിഹിതം പോയിട്ടാണല്ലോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കിട്ടുന്നത്. അതാണല്ലോ അവരുടെ വരുമാനം. അപ്പൊ ആ നികുതി കുറയുമ്പോൾ അവരുടെ വരുമാനം കുറയില്ലേ? അവരുടെ വരുമാനം സാർ അവർ മറ്റുള്ള എന്തെങ്കിലും കണ്ടെത്തുക വേണ്ടിയെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് അവര് ഉള്ള ചെലവ് ചുരുക്കുവോ നാസറേ? അവര് നിൽക്കണല്ലോ സാറേ, ജനങ്ങളല്ലേ വേണ്ടത് സാറേ, ജനങ്ങൾക്കല്ലേ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ചെലവ് ചുരുക്കട്ടെ എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ സാർ. ശരി, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ പ്രേംജിത്ത് കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. പ്രേംജിത്ത് കോഴിക്കോട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് മാളിക്കടവ്. മാളിക്കടവ്. പ്രേംജിത്ത് എന്തെങ്കിലും കച്ചവടം ചെയ്യുന്ന ആളാണോ? ഞാനൊരു ഡ്രൈവറാണ്, ഓട്ടോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം GST കുറയുമ്പോൾ നല്ലൊരു കാര്യമാണ് ഉണ്ടാകുക. എങ്കിൽ കൂടി സാധാരണക്കാർക്ക് അത് കൂടുതൽ ബാധിക്കുന്ന ഞാൻ പറയുന്നത്. കാരണം നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ ഇപ്പം ഗവൺമെന്റ് തലത്തില് ഈ പോലീസിൽ നിന്നായാലും മറ്റും വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതായത് പോലീസ് വഴിയിലെല്ലാം പിടിച്ചു നിർത്തി ഫൈൻ അടപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതാ ഞാനത് തുടക്കത്തിൽ പറഞ്ഞ പോലീസ് ഇപ്പൊ കേരളത്തിൽ മുഴുവൻ ഇറങ്ങി നടന്ന് പിരിക്കുകയാണ്. പക്ഷെ പിരിവിന് ഇതിനെപ്പോഴും സവിശേഷതയുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ കോടതിയിൽ പോയി കാത്തു നിൽക്കണ്ട, അപ്പൊ തന്നെ നമുക്ക് മൊബൈൽ ഫോണിലൂടെ മൊബൈൽ ഫോണിലെ മെസ്സേജ് നമുക്ക് വരാം. വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നത്. ഈ ഒരു സിസ്റ്റം കൂടി വന്നു കഴിഞ്ഞാൽ വളരെ പോലീസിന് കോട്ട കൊടുത്ത് ഇറക്കി വിടുകയാണ്. അതെ, ഇവിടുത്തെ മറ്റുള്ള എല്ലാ ഇതിലും അവർ ചെയ്യുന്ന ഇത്തരത്തിലാണ്. അവര് സ്വയം ഗവൺമെന്റ് തലത്തിൽ തന്നെ മന്ത്രിമാർക്ക് PA കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അലവൻസും കാര്യങ്ങളൊക്കെ കൂട്ടി സാധാരണക്കാരെ പിഴിയാണ് അവര്. അത് വലിയൊരു പ്രശ്നമായി മാറുകയാണ്. വിഷയമാണ്. സർക്കാരിന് പൈസ ഇല്ല. കോഴിക്കോടൊക്കെ ഇതിന്റെ പരാതി തന്നെ കൊടുത്തതാ. പരാതി കൊടുത്ത കമ്മീഷണറെ കണ്ട് പരാതിയൊക്കെ കൊടുത്തതാ. ആര്? ഞങ്ങള് കോർഡിനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സംഘടന എന്ന നിലയിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. പക്ഷെ കമ്മീഷണർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത് പിരിച്ചു കൊടുക്കാനായി കോട്ട കൊടുക്കുന്നയാൾ ഈ കമ്മീഷണറാണ്. ഓരോ സ്റ്റേറ്റിലും ഇത്ര വെച്ച് കോട്ട കൊടുക്കുകയാണ്. ഇത്ര വെച്ച് നമുക്ക് പിരിക്കണം എന്നുള്ളവര് കൊടുക്കുക നിർദ്ദേശം. അപ്പൊ കേരളത്തിലാണെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. 4 ഒരാൾക്ക് കേരളത്തിൽ കാറുണ്ട്, 2 ഒരാൾക്ക് ബൈക്കുണ്ട്. അവരെല്ലാം പിടിച്ച് ഫൈൻ ചെയ്യുകയാണ്. ഇനി ഞാനത് ഈ അടുത്ത കാലത്തായി കൂടുതൽ കാണുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അടുത്ത് പ്രേംജിത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു ഹോട്ടൽ നടത്തുന്നു കേട്ടോ, ഹോട്ടൽ ചായക്കടയൊക്കെ പോലെ സംഭവം. അപ്പോൾ അതിൻ്റെ പുറകിൽ നിന്നൊരാൾ, അയാളുടെ സ്വകാര്യമായ സ്ഥലത്താണ് ഇത് നടത്തുന്നത്, അപ്പോൾ പുറകിൽ നിന്നൊരാൾ പുകവലിക്കുകയാണ്. അപ്പോൾ പോലീസ് വളഞ്ഞിട്ട് വല്ല കുറ്റവാളികളെ പിടിക്കുന്ന പോലെ വിളിച്ചുകൊണ്ട് പോയി ഫൈൻ അടപ്പിക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഇത് സ്വകാര്യ സ്ഥലമല്ലേ? അല്ല, ഇവിടെ പൊതുജനങ്ങൾ വരുന്നൊരു ചായക്കടയായതുകൊണ്ട് ഇത് പൊതുജന സ്ഥലമാണ്, അതിന്റെ പുറകിൽ നിന്നാലും നിങ്ങൾ 200 രൂപ അടക്കണം. ഒരു വണ്ടി മുട്ടായിത്തെരു സർക്കാരായാലും മുട്ടായിത്തെരു എനിക്കുള്ള ഒരു അനുഭവം പറയാം. വണ്ടി നിർത്തുമ്പോൾ അവർ വണ്ടി നിർത്തുന്ന 9 വണ്ടിക്കാണ് അവിടെ പാർക്കിംഗ്. അപ്പൊ 10ാമത് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യേണ്ടി? ആ വണ്ടി വിസിലടിച്ചിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടി. അതിന് പകരം അവരെന്താ ചെയ്യുന്ന, ഈ ഫോണില് പിക്ചർ എടുത്തിട്ട് അയച്ചു കൊടുക്കുക, ഫൈൻ അടപ്പിക്കുകയാണ്. ചെയ്യുന്നത് വളരെ ഒരു മോശം പ്രവണതയാണത്. അപ്പോൾ ഇത് പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളുടെ ഈ കാര്യമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് നിങ്ങളെ കുറ്റം പറയുകയല്ല. ഇത് സർക്കാരിനോട്, ഇത് ഉയർന്ന ഉദ്യോഗസ്ഥർ ഇത് അവരെ ബോധ്യപ്പെടുത്തണം. ഇത്തരം യോഗങ്ങളിലൊക്കെ ഇങ്ങനെ കോട്ട കൊടുത്താൽ അത് പോലീസിൻ്റെ മൊറയിലിനെ ബാധിക്കും, പോലീസിനും ജനങ്ങളും തമ്മിൽ സംഘർഷം വർദ്ധിക്കും. ഇതിലെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പ്രേംജിത്ത്, വേറൊരു കാര്യം, ചെറിയ കാര്യങ്ങളാകുമ്പോൾ ആ ആളുകൾ പോലീസുമായി ചിലപ്പോൾ തർക്കിക്കും. ഇപ്പോൾ എന്താ പറയുക, എവിടെയെങ്കിലും കൊണ്ട് തർക്കിച്ചാൽ അപ്പം ഇവർ ചെയ്യുന്ന പിടിച്ചുകൊണ്ടുപോയി ഇടിക്കുക, തെറി പറയുക, വണ്ടി ഒഴിവാക്കുക, വണ്ടി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞേ. നിങ്ങൾ ആ ബ്ലോക്ക് ഉണ്ടാക്കുക ചെയ്യുന്നത്, ബ്ലോക്ക് ഒഴിവാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതിന് പോലെ നിങ്ങൾ ബ്ലോക്ക് ഉണ്ടാക്കുക ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. ഞാനവരെ തർക്കിക്കണ്ടായി. അതൊരു അനുഭവം, അത് ഒരു കൃത്യമായ അനുഭവമാണ്. ഞാനിപ്പോൾ ധാരാളം കാണുന്നുണ്ട്. അത് മുട്ടായിത്തെരുവ്, അതുപോലെ ഈ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ഇതാണ് പോലീസിന്റെ പരിപാടി. ഇവർ മറ്റെന്തിനേക്കാളും ഇപ്പോൾ പിരിവിലാണ് ഇപ്പോൾ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും വളരെ നന്ദി പ്രേംചന്ദ് അവിടെ നിന്ന് വിളിക്കുകയും പ്രേംജിത്ത് അഭിപ്രായം പങ്കുവയ്ക്കുകയും. ഫാദർ സാമുവൽ വിളിക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്.
അമ്മയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഇതിപ്പോൾ എത്ര ആളുകൾ നമുക്ക് പിന്തുണ നൽകുന്നു അത്രയും സന്തോഷവും അതൊരു വലിയ ശക്തിയുമാണ് കേട്ടോ. നമുക്ക് ഇത്ര ആളുകൾ നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഫാദർ വെൽക്കം. ഞാൻ 3-4 ദിവസം ട്രൈ ചെയ്ത് കിട്ടിയില്ല, അതുകൊണ്ടാണ് കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ അവിടെ ഓണാഘോഷമൊക്കെ ഉണ്ടായിരുന്നു. ഫാദർ സാമുവലൊക്കെ അതിൽ പങ്കെടുത്തു. എന്തായിരുന്നു? ചെറിയ തോതിൽ സദ്യ കിട്ടിയോ? പായസം കുടിച്ചോ? സദ്യയൊക്കെ എന്താ, സദ്യയൊന്നുമില്ല, പായസം ഉണ്ടായിരുന്നു. പായസം കുടിക്കാൻ പറ്റുമോ? ഷുഗർ ബി.പി.യോ? പായസമൊക്കെ കുടിക്കാം, ഷുഗറൊന്നും ഇല്ല. ഷുഗറൊന്നുമില്ല. അല്ല, ഫാദർ സാമുവലിനോട് അന്ന് പറഞ്ഞു ആരോഗ്യവാനാണെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും പക്ഷേ പള്ളിയിൽ വെച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. ആണോ? അവര് കൊഴിഞ്ഞു പോയോ? കുറച്ചു നേരം. എന്നിട്ട് ഇപ്പൊ എപ്പോഴേ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിലേ, ഹലോ, കേൾക്കുന്നു. ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കില് പിന്നെ നമ്മളുടെ സംസ്ഥാനത്തെ മന്ത്രിമാർ എന്ത് പറയുമെന്ന് കണ്ടറിയണം. അവര് ഇതിപ്പോ BJPക്കുള്ള നേട്ടാന്ന് പറഞ്ഞ് കൈയൊഴിയും. ഇനിയിപ്പം ബഹുമാന പ്രധാനമന്ത്രി ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ മന്ത്രിമാര് പ്രതികരിക്കുക. അവര് പറയും അതൊന്നും ഇവിടെ നടപ്പില്ല, നമുക്ക് അങ്ങനെ വില കുറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഡിസ്കഷൻ 2 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടി വെക്കേണ്ടി വരും. അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. GST കേന്ദ്ര നയമല്ലേ, അത് അടിച്ച് സ്റ്റിക്കർ അടിച്ച് വരില്ല. അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. സർക്കാരിന് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ സെസ്സോ അങ്ങനെ എന്തെങ്കിലും മറ്റൊരു തരത്തിൽ എന്തെങ്കിലും അവര് ചെയ്യാതിരിക്കും. എനിക്ക് തോന്നുന്നില്ല ചെയ്യുമെന്നാണ് എന്റെ ബലമായ വിശ്വാസം. പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം വരുമാനം കുറയുകയാണെങ്കിൽ അവര് അതിനനുസരിച്ച് പ്രവർത്തിക്കൂലേ. അത് വരുമാനം കുറയുമ്പോൾ സർക്കാരുകൾക്ക് വേണമെങ്കിൽ ഒന്ന് ചുരുങ്ങി ജീവിക്കാം, മുറുക്കിയൊക്കെ കൊടുത്ത് ചുരുങ്ങി ജീവിക്കും. എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കൊക്കെ അറിയാലോ എന്തൊക്കെ രീതിയിലുള്ള ചെലവുകൾ അവിടെ വരുന്നതെന്ന്. അപ്പൊ മുണ്ട് മുറുക്കി കൊടുക്കില്ല, മാടി കുത്തി നിൽക്കുമെന്നാണ് ഫാദർ സാമുവൽ പറയുന്നത്. നമ്മള് പറഞ്ഞ കാര്യമില്ല, നമുക്ക് എന്താ സംഭവിക്കാന്ന് കണ്ടറിയാൻ വേണം. ഓക്കെ, എനിവേ നൈസ് ടോക്കിംഗ് ടു യു ഫാദർ സാമുവൽ. അപ്പോൾ വിഷ്ണു എന്നോട് ചേരുന്നു നൂറിനാട് നിന്നാണ്. വിഷ്ണു, നമസ്കാരം. നമസ്കാരം സാറേ. ഞാന് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല് ഇതിനകത്തില് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാവുന്നത്. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ലോട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള നികുതി വർധനവ്, അത് ഇപ്പൊ നാളെ മുതലാവില്ല, പക്ഷെ അടുത്ത ദിവസം മുതൽ ലോട്ടറിയും വരും. ലോട്ടറി വലിയ ചൂതാട്ടം എന്ന ഇതിന്റെ കീഴിൽ വരും. ചൂതാട്ടം എന്നുള്ള രീതിയിലാണ് അവരതിനെ ഉൾക്കൊള്ളിച്ചിരിക്കും. അപ്പൊ ലോട്ടറി നമുക്കൊരു ക്ഷീണമാവോ വിഷ്ണു? ലോട്ടറി ക്ഷീണമാവെന്ന് പറഞ്ഞാല് ഈ സമ്മാനഘടന പുനഃപരിശോധിക്കുമ്പോഴേ ചിലപ്പോ വിൽപ്പനയിലൊക്കെ കുറവ് വരാനും അത് ഈ സാധാരണ ലോട്ടറി എടുക്കുന്ന ആളാണല്ലേ? അല്ലല്ല, ഞാൻ ലോട്ടറി എടുക്കുന്ന ആളല്ല. എങ്കിലും നമുക്കറിയാലോ, നമ്മൾ റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അറിയാം നിരവധി എത്ര സാധാരണക്കാരായ കച്ചവടക്കാരാണ്. ഞാൻ വിചാരിച്ചു വിഷ്ണു സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളാണെങ്കിൽ വല്ല കോടീശ്വരനൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്നെയും കൂടി എന്തെങ്കിലും ഓർക്കുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ചോദിച്ചു. അപ്പൊ ലോട്ടറി എടുക്കുന്നില്ല, അപ്പൊ കാര്യമില്ല. ഞാനിത് ഈ അവസ്ഥ കണ്ടോണ്ട് ഞാൻ പറഞ്ഞു. കാരണം ഇപ്പൊ തന്നെ ആൾക്കാർക്ക് ഒരു പരാതി ഉണ്ട്, കച്ചവടം കുറവുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പല ആൾക്കാർക്കും ഉണ്ട്. ഇതുകൂടെ വരുമ്പോഴത്തേക്ക് കച്ചവടത്തെയൊക്കെ ബാധിക്കും. അതേപോലെ തന്നെ ഇപ്പോ നമുക്ക് നികുതി ഇളവിന്റെ ഗുണം, അതായത് ഉപഭോക്താക്കൾക്ക് കിട്ടുമെന്നാണ് കമ്പനികളെല്ലാം പറഞ്ഞതായിട്ട് നമുക്ക് വാർത്തകൾ കാണുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു കാര്യത്തില് 100% വിശ്വാസ്യതയില്ല. കാരണം ഇപ്പൊ നിലവിൽ മാർക്കറ്റ് പൊതുവെ ഡള്ളായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം കമ്പനികൾക്ക് കച്ചവടം കുറയുന്നു. അപ്പൊ കച്ചവടം കുറയുമ്പോൾ നികുതി കുറച്ചുകൊണ്ട് കച്ചവടം വർദ്ധിപ്പിക്കുക. ഇപ്പൊ ഒരു ഓഫർ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് വിലക്കുറവ് വരുമ്പോൾ വീണ്ടും ആൾക്കാർ പൈസ ഇല്ലെങ്കിൽ പോലും ഇപ്പൊ കാറൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിലക്കുറവാണെന്ന് പറഞ്ഞ് കാറ് മേടിക്കാനായിട്ടൊക്കെ ഉള്ളൊരു ശ്രമങ്ങളുണ്ടാവും. അപ്പൊ വിപണിയിൽ ഒരു ഉണർവുണ്ടാവും. ഇപ്പോ അതുണ്ടാവും എങ്കിൽ പോലും പിന്നീട് ഇതെല്ലാം കമ്പനികൾ അത് മുതലെടുക്കാനുള്ള സാധ്യതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത്. ലാഭം കൂട്ടും അല്ലേ? ഉറപ്പായിട്ട്. ഇപ്പൊ കാരണം ഈ ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ മനസ്സിലായാൽ മതി, കമ്പനിയിൽ വണ്ടികളുടെ വിലയിൽ ചെറിയ ചെറിയ വർധനകൾ കൊണ്ടുവരാൻ തുടങ്ങും. അത് പിന്നീട് നമുക്ക് പക്ഷെ അപ്പോ ആ ഒരു GST ഉണ്ടാകുന്ന കുറവ് ഇവര് വില വർധനവിലൂടെ അതങ്ങ് മുതലാക്കിയിട്ട് നമുക്ക് അതിന്റെ ഗുണം കിട്ടാനും പോകുന്നില്ല. ചെറിയ ചെറിയ മോഡലുകളിൽ മാറ്റം വരുത്തിയാൽ മതിയല്ലോ സാറേ. അപ്പൊ അത് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേന്ദ്ര സർക്കാർ ഇതുവരെ കൊണ്ടുവന്ന ഒരു സാധനങ്ങളും നമുക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു സാധനവും സാധാരണക്കാരായ ആൾക്കാരിലേക്ക്
എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ച് നിജപ്പെടുത്തും എന്ന് പറഞ്ഞുള്ള സാധനം. പക്ഷെ ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വില മാർക്കറ്റിൽ എത്രയാണ്? നമുക്ക് എത്രനാണ് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നത്? അത് എന്നുള്ള വിലക്കാണ് തരുന്നത്? അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്തില് എന്തുദ്ദേശമാണ് എന്നുള്ളത് നമുക്ക് ഇതിനകത്തുനിന്ന് ബോധ്യമാവുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ വേറൊരു ഗുണമുണ്ട് കേട്ടോ, ഇപ്പോ മേടിക്കുന്നവർക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ ഈ നികുതി ഘടനയുമായി നികുതി വിദഗ്ധരാരെങ്കിലും വിളിക്കുമോ നോക്കിയിരിക്കുകയായിരുന്നു. നോക്കാം നമുക്ക് ഏതെങ്കിലും നികുതി വിദഗ്ധർ വിളിക്കുമോ. അപ്പോൾ ഒരു ചെറിയ ഇടവേള, ഷോർട്ട് ബ്രേക്ക്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരും. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു യെസ്. അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. കമാൻഡർ മാത്യു വിളിക്കുന്നുണ്ട്. കമാൻഡർ മാത്യു. ഹലോ, ഹായ്. അപ്പോൾ ഇത് അടൂരിൽ നിന്നാണ്? ഇപ്പോൾ എവിടെ നിന്നാണ്? ബോംബെ നിന്നാണ്? അടൂരാ, നാളെ ബോംബെക്ക് മടങ്ങും. ഞാൻ ഇവിടെ എനിക്ക് കിട്ടിയത് കമാൻഡർ മാത്യു അടൂർ എന്നാണ്. പക്ഷേ ഞാൻ വിചാരിച്ചപ്പോൾ ബോംബെ നിന്നല്ലേ, അപ്പോൾ ഇങ്ങോട്ട് വന്നോന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ പോകും അല്ലേ? നാളെ പോകും. അപ്പോൾ കേരളത്തിലെ ഇതൊക്കെ എന്താ, ഒരു ഉല്ലാസയാത്രയ്ക്ക് വന്നതാണ്? മറ്റേ ഒരു ആക്ച്വലി ഇവിടെ നാട്ടിൽ വന്നിട്ട് ഒരു വലിയ ഗുണമുണ്ടായി. എന്തോരം ഓണസദ്യയായിരുന്നു അറിയാമോ? ഭയങ്കര ഓണസദ്യയായി പോയി. അപ്പോൾ കമാൻഡർ മാത്യുവിന് പിന്നെ ഒരു ടഫ് ഫിസിക്കുള്ളതുകൊണ്ട് ഷുഗറോ ബി പി ഒന്നും കാണില്ലായിരിക്കും. ഇഷ്ടംപോലെ പായസം കുടിക്കാം. പ്രശ്നമില്ല. അപ്പോൾ ഇഷ്ടംപോലെ പായസം കുടിച്ചു അല്ലേ? പായസം കുടിച്ചു. ഏതൊക്കെ പായസമാ? എന്റെ ദൈവമേ, ഇഷ്ടം പോലെ പായസം. അത് ശരി. അപ്പോൾ ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയതാണോ അതോ ബന്ധുക്കളൊക്കെ സമ്മാനിച്ചതാണോ, എങ്ങനെയാണ്? ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പൊ നമുക്ക് ആൾക്കാരൊക്കെ നമ്മളെ വിളിക്കും. പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു, ഞങ്ങളുടെ കോളേജ് അലുമിനിയം 40 വർഷത്തിന് ശേഷം ഒരു കോളേജ് അലുമിനിയം. അപ്പൊ 82, 84 എല്ലാരും എന്നോട് പറഞ്ഞു, സാർ ഒരു ഹലോ പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എല്ലാവർക്കും പൊതുവേദിയുടെ ആശംസകൾ ഞാൻ അങ്ങോട്ട് അറിയിക്കുകയാണ്. താങ്ക് യു. അവരോടൊക്കെ പൊതുവേദിയെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു പൊതുവേദി ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ പ്രത്യേകിച്ച് ഒന്ന് പറയണം, നമ്മൾ 40 വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയതാണ് സെന്റ് ഫ്രീസ് കോളേജ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ എനിക്ക് അയച്ചാൽ നമുക്ക് ഈ പൊതുവേദിയിലൊക്കെ അത് കാണിക്കാം, ആളുകൾക്ക് കാണട്ടെ. കമാൻഡർ മാത്യു സാർ ഇപ്പൊ ഒരു കാര്യം ചോദിച്ചില്ലേ എന്നോട്, ഈ നമ്മുടെ ഈ ഇതിനകത്തുള്ള ഞാൻ ഒരു 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, GSTയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് പറഞ്ഞുതരാം. ടാക്സ് ഇമ്പാക്ട് അതില് ഈ കൺസ്യൂമർ ഗുഡ്സിന് ആക്ച്വലി ഈ 28% 80% ഡിസ്കൗണ്ട് വരികയാണ് ഇപ്പം കൺസ്യൂമർ ഗുഡ്സിനെ. ഞാനൊരു GST പ്രാക്ടീഷണർ കൂടി, അതുകൊണ്ടായി പറഞ്ഞു തരുന്നത്. ഞാൻ അങ്ങനെ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു, അതാണ് പറഞ്ഞത്. ഞങ്ങൾ ബേസിക്കലി ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഇന്ത്യ ലെവലിലല്ല പറയുന്നത്, ഞാൻ ഇപ്പം പറയുന്ന കേരള ലെവലിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പൊ ഈ കൺസ്യൂമർ ഗുഡ് ശരിക്കും ഈ 28% 18% വരുന്നോണ്ട് നമുക്ക് ഈ ഇലക്ട്രോണിക്സിനും ഈ വാഹനങ്ങള്, ഡ്യൂറബിൾ ഗുഡ്സ് അങ്ങനെയുള്ള ഈ സാധനങ്ങൾക്കെല്ലാം വില കുറയാൻ ഒത്തിരി സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ ചെറിയ സാധാ ഫാമിലിക്ക് ഒരു ചെറിയ സ്കൂട്ടറൊക്കെ മേടിക്കുകയാണെങ്കിൽ 75,000 ഒരു 25,000 രൂപ വരെ ഒരു പക്ഷേ നമുക്ക് അതിനകത്ത് ഡിസ്കൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കുറഞ്ഞു കിട്ടും. വലിയ സ്കൂട്ടർ, അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഗുഡ്സ് അതൊക്കെ വില കുറഞ്ഞു കിട്ടും അല്ലേ? അതുപോലെ TV, അതുപോലെ മെയിൻ നമ്മൾ സാധാരണക്കാർ മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് ഒരു സ്കൂട്ടർ മേടിക്കണം, 1 ലക്ഷം രൂപ ഉള്ളവന് ഇപ്പൊ 70,000 രൂപയുടെ സ്കൂട്ടർ മേടിക്കാൻ പറ്റും. അപ്പൊ TV, ഫ്രിഡ്ജ് ഇതൊക്കെ വാങ്ങിക്കാൻ ആളുകൾക്ക് ഒരു താല്പര്യം വർദ്ധിക്കും. താല്പര്യം വരും. പ്രത്യേകിച്ച് TV, ഫ്രിഡ്ജ്, അതുപോലെ വാഷിംഗ് മെഷീൻ, ഈ സാധനങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് 28% 18% ആയിട്ട് മാറി. അപ്പം അത് നമുക്ക് വലിയ കാര്യമായി. പിന്നെ ഒരു വലിയ നേട്ടം വരാൻ പോകുന്നത് ഈ റൂഫ് ടോപ്പ് സോളാർ ഇല്ലേ, നമ്മൾ റൂഫ് ടോപ്പ് സോളാർ, ആ സോളാറിന് ശരിക്കും നമുക്ക് അന്നെങ്കിൽ ശരിക്കും ഡിസ്കൗണ്ട് വരാൻ പോയി 12% 5% മതി. അപ്പൊ ഈ 12% 5% വരുന്നത് നമുക്കൊരു ഗുണമെന്ന് വെച്ചാല് ഒരു കൂടുതൽ ആൾക്കാർക്ക് സോളാർ വെക്കാൻ സാധ്യതയുണ്ട്. ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കുറയും.
രജിസ്ട്രേഷൻ കോസ്റ്റ് കുറയും. ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത്, കേരളത്തിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു 8,000 മുതൽ 10,000 കോടിയാണ് കേരളത്തിന് നഷ്ടം വരാൻ പോകുന്നത്. 10,000 കോടി രൂപ എവിടെ നിന്ന് ഉണ്ടാക്കും? അതെ, അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ 10,000 കോടി രൂപ ഈ കേരളത്തിന് നഷ്ടം വരാൻ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? കാര്യം എന്താന്ന് വെച്ചാല് ഈ വാഹനവും സിമെന്റും ഇലക്ട്രോണിക്സും ഇൻഷുറൻസും ഈ 4 മേഖലകളിലാണ് നമുക്ക് നഷ്ടം വരാൻ പോകുന്നത്. പിന്നെ നമ്മളിവിടെ എല്ലാവരും ടൂത്ത് പേസ്റ്റും സോപ്പും ഷാമ്പുവും ഒക്കെ ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റ്, സ്നാക്സ്, ജ്യൂസ്, ഗീ, ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. വെണ്ണ, നെയ്യ്, പാല് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ തോതിലെങ്കിലും ബാധിക്കും. അപ്പോൾ അങ്ങ് പറഞ്ഞ് ശരിയാണ്, 10,000 കോടി രൂപയുടെ നഷ്ടം വരും. ഈ 10,000 കോടി രൂപ എങ്ങനെ ഈ സർക്കാർ ഉണ്ടാക്കും? അല്ലെങ്കിൽ നമ്മുടെ ചെലവ് അതിനനുസരിച്ച് ചുരുക്കുമോ? അല്ല, അതിന് മുമ്പ് ഞാൻ പറയാം. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ കമ്പനികൾ ഈ വില കുറയ്ക്കാതിരുന്നാൽ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനം വരാൻ പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അവർ ലാഭം കൂടുതലെടുത്താൽ ഇപ്പൊ ഇവന്മാര് മാർക്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോ നമ്മളറിയാതെ നമ്മളിപ്പോ നേരെ ചെന്നിട്ട് നമ്മൾ 50 രൂപയുടെ പപ്പടം മേടിക്കുക, അവൻ 65 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. 50 രൂപയിൽ ഈ 50 രൂപയുടെ പപ്പടത്തിൽ ഇവൻ GST നമുക്ക് കറക്റ്റായിട്ട് കുറച്ച് കിട്ടണം. അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അല്ല, പക്ഷെ ലാഭം കൂടിയാലും ആ ഉടമയ്ക്ക് അത് എവിടെയെങ്കിലും നിക്ഷേപിക്കാതിരിക്കാനോ എന്തെങ്കിലും വാങ്ങിക്കാതിരിക്കാനോ കഴിയില്ല. നിക്ഷേപമാണെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ വരും, വാങ്ങിക്കുകയാണെങ്കിൽ അത് വീണ്ടും വിപണിയിലേക്ക് പോകും. എക്സാക്ട്ലി. ഇനി കേരള സർക്കാരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താണ് നമുക്ക് അവർക്ക് ഇനി വേറെ കാര്യം കൂടെ കേട്ടോണം. ഈ ലോട്ടറി, പുകയില, ലക്ഷറി സാധനങ്ങൾ മനസ്സിലായോ, 40% കയറ്റി കൊടുത്തേക്കുന്നത്. 40% അത് ഒരിക്കലും നമുക്ക് ഗവൺമെന്റ് ലെവലിൽ അംഗീകരിക്കാൻ പറ്റുന്ന സാധനമല്ല, പറ്റത്തില്ല. അത് ശരിക്കും അത് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഈ സംഭവം വന്നപ്പോൾ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഞങ്ങൾ ആർഗ്യ ചെയ്തൊരു വിഷയമാണ്. ഈ 40% ഈ പുകയിലേക്കും ലക്ഷറി സാധനങ്ങൾക്കും ലോട്ടറിക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം, പാടില്ല, അത് പറ്റത്തില്ല. ഇനി എന്താ ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് ഇത്രയും പൈസ എടുക്കണ്ടേ? അവർക്ക് ഈ പൈസ ഇല്ലെങ്കിൽ, കേരള ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ പൈസ ഇല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട് വരുന്നത് വെച്ചാല് അവരുടെ ഒരു കാര്യം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതായത് ഈ പറയുന്ന ക്ഷേമ പദ്ധതികൾ എന്നൊക്കെ പറയുന്നത്, ഇവരൊത്തിരി ക്ഷേമ പദ്ധതി ചെയ്യുന്നുണ്ടെന്നാണ് ഇവര് പറയുന്നത്. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ക്ഷേമ പദ്ധതികൾ ഉണ്ടാവും, പിന്നെ സംസ്ഥാനങ്ങളുടെ ചില പദ്ധതികൾ ഉണ്ടാവുമല്ലോ, പലതരത്തിലുള്ള പദ്ധതികൾ ഒക്കെ ഉണ്ടാവുമല്ലോ, വീട് വെച്ച് കൊടുക്കലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഓവറോൾ ഇമ്പാക്ട് ഞാൻ പറയാം. എന്താ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മളെ കേരള ഗവൺമെന്റ് എങ്ങനെ പിടിയാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ ബെവറേജസിൽ ലിക്വറിന് വില കൂട്ടും. ഒന്ന്, വേറെ മാർഗമില്ല, നമുക്ക് പൈസ വേണ്ടേ? ലോട്ടറി, നമ്മുടെ വരുമാനം, കേരളത്തിലെ വരുമാനം നമുക്ക് എന്തോ ലിക്കർ, ലോട്ടറിയാണ് നമ്മുടെ മെയിൻ വരുമാനം. ഈ 2 വരുമാനം കൊണ്ട് നമ്മുടെ കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. GST കഴിഞ്ഞാല് ഇപ്പൊ GST ഈ ഒരു തട്ടുകേട് വന്നപ്പോൾ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെ, ഇനിയിപ്പോ കുറച്ച് നാളെ അവരുള്ളൂ എനിവേ, പക്ഷെ പറഞ്ഞാൽ വന്നത് അത് വലിയ ഇമ്പാക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് ഒരു വലിയ ഭാരം വരാൻ പോവുക. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇപ്പൊ ഒരു മാസമായിട്ട് നോക്കുക, നമ്മുടെ അടൂര് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. നമ്മുടെ അടൂരിൽ നിന്ന് MC റോഡിൽ കൂടി പോകുമ്പോൾ ഒരു രാവിലെ ഒരു പോലീസുകാർ ഒരു വാനെ വേണ്ട അവിടെ വന്ന് കിടക്കിയ ഒരു കാറയില്. എന്തിനു വെച്ചാൽ ആരെങ്കിലും മഞ്ഞ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്, മഞ്ഞ വര. അപ്പൊ എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട് അല്ലേ? പോലീസ് ഇറങ്ങി പിരിവ് നടത്തുകയാണ്. മഞ്ഞ വര, അതായത് നെല്ലിമുട്ടി പഠിക്ക കഴിഞ്ഞ് MC റോഡിൽ കൊട്ടാരക്കരി പോകുമ്പോ നീ മഞ്ഞ വര ക്രോസ് ചെയ്താൽ ഇയാൾ ഫോണിൽ കൂടെ പിടിച്ചിട്ട് പെനാൽറ്റി അടിക്കുക. എന്നാ ആലോചിച്ച് നോക്കിക്കേ, അത് ഇയാളെ കാറിനകത്തിരുന്ന ചെയ്യുന്നത്, കാറിന് വെളിയിലും അല്ല, കാറിനകത്തിരുന്നിട്ട് ചെയ്യുന്ന പരിപാടിയാ. മഞ്ഞ വര ക്രോസ് ചെയ്യുക, എന്ത് മര്യാദയാ? പിന്നെ രണ്ടാമത്തത്, ഞാനിപ്പോ ഈ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ഞാൻ കൂടല്ലൂർ പറഞ്ഞ സ്ഥലത്ത് പോയി. 3 പേര് ഒരു സ്കൂട്ടറിൽ പോരും, അവരെങ്ങും ഹെൽമെറ്റ് ഇല്ല. ഇവിടെ കൊച്ചു ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ, പുറകെ ഇരിക്കുന്ന ഹെൽമെറ്റ് വെച്ചില്ല, ഉടനെ അടിച്ചിങ് തരുവാ കാശ്. മനസ്സിലാവുന്നുണ്ടോ? അടിച്ചിങ് തരുവാ. അപ്പൊ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ പിഴിയാൻ പോയി ഇനി ഒരു 5-6 മാസത്തേക്ക്. ആളുകൾ എവിടെയെങ്കിലും ഒക്കെ ഈ വാഹനമൊക്കെ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ തോതിൽ ശ്രദ്ധിക്കണം. കാരണം അവര് ഈ ബാക്കിൽ വന്ന് ഈ ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്ത് പിന്നെ അടയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് 2000 രൂപ പെനാൽറ്റി. 2000 രൂപ എനിക്കൊരു പെനാൽറ്റി വന്നേക്കുന്നത്. എന്റെ ജീപ്പ് ഒന്ന് പാർക്ക് ചെയ്തതിന് 2000 രൂപ പെനാൽറ്റി വന്നേക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ചിന്തിച്ചു നോക്ക്, കേരളത്തിൽ നമ്മൾ സ്വന്തം വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തതിന് 2000 രൂപ പെനാൽറ്റി. അപ്പം നമ്മളെ പിഴിയാൻ പോകുന്ന, ഒന്ന് സർക്കാർ പിഴിയാൻ പോകുന്ന ത്രൂ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ പിഴിയാൻ പോവുക. ഓക്കെ. 2, ബിവറേജ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ പിഴിയാൻ പോവുക. 3, ഇനി ലോട്ടറി എന്താ അവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതുവരെ പറയാറായിട്ടില്ല. പക്ഷെ ലോട്ടറിയെ പറ്റി നമുക്ക് അറിയാൻ പറ്റും, അവരെ പിഴിയും. പിന്നെ റവന്യൂ നമ്മൾ ഓൾറെഡി പിഴിഞ്ഞു കഴിഞ്ഞു. റവന്യൂ ഇനി നോക്കണം, ഇനി എവിടെ നമ്മളെ എല്ലാ സേവന കാര്യങ്ങൾക്കും നിരക്ക് വർദ്ധിപ്പിക്കും അല്ലേ? എല്ലാത്തിനും ഇവരെ കൊണ്ട് നമ്മളെ GST ഏതാണ്ടൊക്കെ ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് കാണിച്ചപ്പോൾ കേരള സർക്കാർ എങ്ങനെയൊക്കെ ആൾക്കാരെ പിഴിയാൻ പറ്റിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. അതാ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് ഈ കേരള ഗവൺമെന്റിന്റെ
നയപരമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് ഭാരിച്ച ഒരു അടി വരാൻ പോവാ ഈ GST ഇമ്പാക്ട്. യെസ്, വ്യക്തമാണ്. അപ്പോൾ ഏതായാലും ശ്രീ മാത്യു ആ കൂട്ടുകാരോടൊക്കെ പറയണം, 40 വർഷത്തിന് ശേഷം സംഗമിച്ച ആ കൂട്ടുകാർക്ക് എല്ലാ ആശംസകളുണ്ട്. നമുക്ക് അടുത്ത സംഗമത്തിൽ എന്നെയും കൂടെ വിളിക്കണമെന്ന് അവരോട് പറയണം. തീർച്ചയായിട്ടും വിളിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അദ്ദേഹം ഒരു ടാക്സ് പ്രാക്ടീഷണറാണ്. അപ്പോൾ നികുതി സംവിധാനത്തെക്കുറിച്ചൊക്കെ കൃത്യമായി അറിവുള്ള ആളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘവീക്ഷണം ഞാൻ മനസ്സിലാക്കി. പോലീസ് പിരിവ് തുടങ്ങി, ഇനി കൂടുതൽ പിരിവിലേക്ക് നീങ്ങുകയാണ്. അജിത്ത് കൊല്ലത്ത് വിളിക്കുന്നു. അജിത്തേ. നമസ്കാരം. നമസ്കാരം സാർ, ഈ GST കുറിച്ച് എനിക്ക് പറയാറുള്ളതെന്ന് പറഞ്ഞാൽ, ഈ GST മുമ്പ് നമുക്ക് ഈ GST ഇവിടെ നിലവിൽ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ പല തരത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലല്ല, അത് സർക്കാരിന്റെ സാധാരണക്കാരന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സർക്കാരിന്റെ കാര്യമൊന്നുമല്ല. ഇപ്പൊ ഇന്ന സാധനങ്ങൾക്ക് വില കുറയും, അത് വരുന്നതിനനുസരിച്ച് വില കൂടും, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു ഇവിടെ ധനകാര്യ വിചക്ഷണര് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിരുന്നു. നമുക്ക് അനുഭവത്തിൽ നമ്മൾ ഒരു കടയിലോ ചന്തയിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ല, അത് ആയിട്ടില്ല, നടപ്പിലാക്കാൻ വരുന്നല്ലേ ഉള്ളൂ, നാളെയോട് കൂടിയല്ലേ വരുന്നുള്ളൂ. അല്ല, അതിപ്പം ഈ സമയത്ത് ഇത് കുറയുമെന്ന് പറഞ്ഞ ഈ സമയത്ത് കുറയുമെന്ന് പറഞ്ഞിട്ടില്ല, ചൊവ്വാഴ്ചയോട് കൂടി അത് പ്രാബല്യത്തിൽ കിട്ടുള്ളൂ. അതല്ല സാറേ, GST വന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ പല സാധനങ്ങൾക്കും വില കുറയും, ചിലത് ഏതിനൊക്കെ ആനുപാതികമായിട്ടേ വില കൂടൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇതുവരെ അങ്ങനെയുള്ള ഈ ടാക്സ് കുറയും, വില പിന്നെ അവര് അത് നിർമ്മിക്കുന്ന ആളാണല്ലോ നിയന്ത്രിക്കാനായിട്ട് ഇവിടെ ഒരു സിസ്റ്റം ഇല്ലേ? അല്ല, വില എന്ന് പറയുന്നത് നിർമ്മിക്കുന്ന ആളല്ലേ. നമ്മളെ ഈ ടാക്സ് ഈ മനുഷ്യൻ ഇവിടെ ഈ സർക്കാരിന് പൈസ കൊടുക്കാൻ മാത്രമായിട്ട് ഇന്ത്യ മഹാരാജ്യത്തോ കേരള സംസ്ഥാനത്തോ ആളുകൾ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഉടനെ കള്ളിന് വില കൂട്ടുക, ഇതൊക്കെ തീരെ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ നമ്മുടെ ഭരണാധികാരികൾ? എന്തുകൊണ്ട് അവിടെ ജപ്പാനിലൊക്കെ പല ടെക്നോളജികൾ വികസിപ്പിക്കുകയും കുടിൽ വ്യവസായങ്ങളായിട്ട് അത് രൂപാന്തരപ്പെടുകയും ഇപ്പോഴും ഇവിടെ ആളുകൾ എല്ലാ കാലത്തും ഈ ലോട്ടറിയും കൊണ്ട് സംസ്ഥാനത്ത് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു വൃത്തികെട്ട സ്വപ്നവുമായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അടിസ്ഥാനം? ജനങ്ങളെ ഇത്രയും ഒരുതരം ദരിദ്രരാക്കുന്ന പരിപാടിയല്ലേ നടക്കുന്നത്? ഈ അത്തരത്തിൽ ചിന്തിക്കാനായിട്ട് ഭരണാധികാരികൾക്ക് കഴിയാത്ത എന്താണ്? യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം മനോജ് ചേരുന്നത് കോട്ടയത്താണ്. മനോജ്, കോട്ടയത്ത് എവിടെ നിന്നാണ് മനോജ് വിളിക്കുന്നത്? ഞാൻ കോട്ടയം നഗരപ്രദേശം തന്നെയാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ ടൂറിസം ടാക്സി മേഖലയിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു സംഘടനയുടെ, കേരളീയ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന രക്ഷാധികാരിയാണ്. അപ്പൊ ഈ GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ ഇവിടെ പങ്കുവെക്കുന്നത് കണ്ടപ്പോഴത്തേന് ഞങ്ങളുടെ മേഖലയ്ക്ക് ഇതൊരു വലിയ ബാധ്യതയിലേക്ക് പോകുന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പം ഉള്ളത് കൊണ്ടാണ് ഞാനിത് വിളിക്കേണ്ടതായിട്ട് വന്നത്. കാരണം അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങൾ ഈ ടാക്സ് അടയ്ക്കുന്നത് 20 സീറ്റിന് മേലുള്ള വാഹനങ്ങൾക്ക് സർക്കാർ ഒരു മാനദണ്ഡവും ഇല്ലാതെ ഈ കഴിഞ്ഞിടയ്ക്ക് കൂട്ടിയത്. ഇപ്പൊ ഒരു ഉദാഹരണം, 17 സീറ്റുള്ള വാഹനം 8,000 രൂപ അടച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം 2,500 രൂപയുടെ വ്യത്യാസം അതിൽ വരുത്തി. ഒരു മാനദണ്ഡവും ഇല്ലാതെ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതാണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോ ഇപ്പൊ ഇവിടെ നമ്മുടെ മാത്യു എന്ന് പറയുന്ന കമാൻഡറിന്റെ വാക്കൊക്കെ ഞാൻ കേട്ടു. അദ്ദേഹം വളരെ വ്യക്തമായി ആ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ മഞ്ഞവര, അതിപ്പോ ഈ അടൂര് മാത്രമല്ല, നമ്മുടെ കൊല്ലത്ത് ഇതുപോലെ ഒരു സംവിധാനമുണ്ട്. മഞ്ഞവര ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 3,000 രൂപയാണ് അതിന് ഫൈൻ വരുന്നത്. അത് ആ 3,000 രൂപ ഫൈൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും മോട്ടോർ വാഹന വകുപ്പ്. ഈ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി കഴിഞ്ഞാൽ നമുക്കൊരു പെർമിറ്റ് എടുക്കണമെങ്കിൽ ഈ സാധനം വരുന്നത് എപ്പോഴാണെന്നോ പോകുന്നത് എപ്പോഴാണെന്നോ നമുക്കറിയാൻ പറ്റില്ല. ഇത് നമ്മള് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി, ഇത് കൊമേഴ്ഷ്യൽ വിഭാഗം വാഹനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ 3,000 രൂപ അടച്ച് കൊല്ലത്തെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് അവരത് മാറ്റിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു പെർമിറ്റ് എടുക്കാൻ കഴിയൂ. അപ്പൊ അതായത് അപ്പ ഫൈൻ ഇടുമ്പോൾ ചിലപ്പോൾ ഇത് അറിയില്ല, പിന്നെ ഇത് കുറെ കഴിയുമ്പോഴാണ് ഇത് കരിമ്പട്ടികയിലാണ് എന്ന് മനസ്സിലാകുന്നത്. അതെ അതെ അതെ, കരിമ്പട്ടികയിലാണെന്ന് പറയുമ്പോൾ അതിനൊരു അഡീഷണൽ കാശ് അടയ്ക്കണം അല്ലേ? അതെ 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 അതെ. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചെക്ക് പോസ്റ്റുകൾ കടന്നാൽ 105 രൂപ. ഈ മോട്ടോർ വാഹന മേഖലയിൽ
ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അതൊന്നും മോട്ടോർ വാഹന മേഖലയുമായി ബന്ധപ്പെട്ട ഈ ടയറുള്ള എന്തെടുത്ത് പുറത്തിറങ്ങിയാലും എന്തായാലും ഒരു മാസം 10,000 രൂപ അങ്ങനെ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് അല്ലേ? അതെ. അത് കൂടാതെ സാറേ, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് ഇപ്പൊ ഈ 2,500 രൂപ ഞാനൊരു കേവലം ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇത് ബസ് അതുപോലുള്ള വാഹനങ്ങൾക്ക് അതിന് മേളിലാണ് കേട്ടോ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയാ ഈ വരുന്ന കുറവുകൾ, സർക്കാരിനുണ്ടാകുന്ന കുറവുകൾ നിങ്ങളുടെ അംഗങ്ങളുടെ ചുമലിലേക്ക് വരും അല്ലേ? അതെ അതെ. ഞങ്ങൾ ഇതിന്റെ ഒരു എന്താണ് രക്തസാക്ഷികളാകാനായിട്ട് വിധിക്കപ്പെട്ടവരാ. ഈ തൊഴിൽ മേഖല നശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ ഇവിടെ തന്നെ ക്ഷേമ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ചു. ആ ക്ഷേമകാര്യങ്ങളിൽ വിശദീകരിച്ചതിൻ്റെ അകത്ത് ഞങ്ങൾക്കൊരു ക്ഷേമനിധി ബോർഡുണ്ട്, മോട്ടോർ വാഹന വകുപ്പിന്റെ ക്ഷേമനിധിയുണ്ട്. ഇവിടുത്തെ എല്ലാവർക്കും ഈ ഓണക്കാലത്ത് ബോണസ് അനുവദിച്ചു, അല്ലെങ്കിൽ ആശ്വാസ സഹായം. ഇതിലൊന്നും പെടാത്തവരാ ഞങ്ങളുടെ പത്രവാർത്തകളിൽ ഞങ്ങൾ കണ്ട 365 കോടി രൂപ ഇങ്ങനെ ഈ അടച്ചിട്ട് മുടങ്ങിക്കിടക്കുന്ന ആളുകളുടെ പൈസ ക്ഷേമനിധിയിലുണ്ടായിരുന്നു. അതിൽ നിന്നും കാണാതായി എന്നും പറഞ്ഞ പത്രവാർത്തകളും ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഇതൊക്കെ ആരോടാണ് പറയുന്നത്? എങ്ങനെയാണ്? അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർദ്ദേശപ്രകാരം GPS എന്ന് പറയുന്ന സംവിധാനം, PLTDS എന്ന് പറയും അതിന്, ആ സംവിധാനം കൊണ്ടുവന്ന് ഇവിടെ സുരക്ഷയുടെ ഭാഗമാണ്, നിർഭയ കേസുമായി ബന്ധപ്പെട്ടിട്ടാ അത് കൊണ്ടുവന്നിട്ട് ആ GPS എന്ന് പറയുന്ന ഉപകരണത്തിന് ഞങ്ങളിൽ നിന്നും വാങ്ങുന്ന പൈസ എന്ന് പറയുന്നത് ഗൂഗിൾ പേ വഴിയാണ് കമ്പനികൾ വാങ്ങുന്നത്. അതിനൊരു ഏകീകരണമില്ല. അത് ആ ഡിവൈസിന് 12,000, 8,000, 5,000 പല വിലയാണ് കമ്പനികൾ ഇട്ടേക്കുന്നത്. അതുകൂടാതെ വർഷാവർഷം ഞങ്ങൾ 3,500 രൂപ, ഒരു വർഷം ടെസ്റ്റിംഗ് ഉള്ള വണ്ടിക്ക് 3,500, 2 വർഷം ഉള്ളതിന് 7,000 രൂപ വെച്ച് എല്ലാ വർഷവും ഇവിടെ ഈ കൺട്രോൾ റൂം പോലും ഇല്ലാതെ ഞങ്ങളിൽ നിന്നും 6 വർഷമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക. അതിൽ വലിയൊരു GST തട്ടിപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. അത് കൃത്യമായി ഞങ്ങൾ ബോധ്യപ്പെട്ട അതിന്റെ തെളിവുകൾ അടിസ്ഥാനമാക്കി നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും GST ഡിപ്പാർട്ട്മെന്റിനും പരാതി കൊടുത്തു. എന്നിട്ട് പോലും അതിനൊരു നടപടി ഉണ്ടായില്ല. അപ്പം ഇവിടെ സത്യത്തിൽ ഈ മോട്ടോർ വാഹന മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ദയവായി ന്യൂസ് 8 ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കൃത്യമായ അന്വേഷണം നടത്തി ഇതിന് ഞങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും നമുക്ക് അതൊരു ഒരു പ്രത്യേക പരിപാടിയായി നമുക്കത് എടുക്കാം. ഞങ്ങൾക്കും പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്കിത് എടുക്കാം. ഏതായാലും എനിക്കത് അറിയാവുന്നതാണ്. മോട്ടോർ തൊഴിലാളികളുടെയും ഉടമകളുടെയും കാര്യം എന്ന് പറഞ്ഞാൽ വലിയ പരിതാപകരമായ അവസ്ഥയാണ്. അവരെ എങ്ങനെയും പിടിച്ച് ഫൈനടപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്ന ഉദ്യോഗസ്ഥരും പിന്നെ അവരെ കൊണ്ട് പരമാവധി എന്തെങ്കിലുമൊക്കെ തുക അടപ്പിക്കാൻ നിൽക്കുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ഈ നാട്ടിലുണ്ട്. അത് ഉദ്യോഗസ്ഥർ തെറ്റല്ല, സർക്കാരിന് പണമില്ലാതാകുമ്പോൾ ഈ പാവങ്ങളെയാണ് എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ബിനോയ് കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ബിനോയ്, അങ്ങ് ഈ വ്യാപാരികളുടെയൊക്കെ ഒരു നേതാവാണല്ലോ. ബിനോയ് കേൾക്കാമോ? അങ്ങ് വ്യാപാരികളുടെയൊക്കെ ഒരു നേതാവാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നത് ഈ നികുതി ഇളവ് പ്രഖ്യാപിച്ചു, ഇത് വിലയിൽ പ്രതിഫലിക്കുമോ, അതോ ഇത് ഉടമകൾ, ഇത് ഉൽപ്പാദിപ്പിക്കുന്നവർ കൂടുതൽ ലാഭം എടുക്കുമോ? അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നികുതി ഇളവ് വന്നാൽ അത് കേരളം പിന്നെ ഇനി ആ സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് വേറെ ചില പിരിവുകളുമായി ഇറങ്ങുമോ? ഇങ്ങനെയൊക്കെയുള്ള ആശങ്കയാണ്. ബിനോയ്ക്ക് എന്താ തോന്നുന്നത്? നമസ്കാരം മനു. നമസ്കാരം. ഒരു നികുതി ഇളവായിട്ടൊരു വ്യാപാരി വ്യവസായിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നില്ല. കാരണം നമ്മള് 2014, ഞാൻ 1 മിനിറ്റ് നിർത്താം, 2014 ശേഷമുള്ള കണക്കെടുത്താൽ മതി. അതായത് 2017 GST വരുന്നത്. പക്ഷെ ഈ GST വന്നതിന് ശേഷം ഒരുപാട് സാധനങ്ങൾ ഇവിടെ 12%, 14%, 15% കൂടി ഒരു സാധനവും ഇല്ല. അതെല്ലാം ഒറ്റയടിക്ക് ചില നമ്മളെ വീട്ടുപകരണ സാധനങ്ങളെല്ലാം 28% ഡ്യൂട്ടിയാക്കി മാറ്റി. നേരത്തെ ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ സെൽ ടാക്സും വാറ്റും ഒക്കെ കൊടുക്കുമ്പോഴും എല്ലാം കൂടി കണക്ക് കൂട്ടിയാലും 15% അല്ലെങ്കിൽ 12% കൂടുതൽ വരുത്തില്ല. പക്ഷേ ഈ ഗവൺമെന്റ് 2014 ശേഷം ഇത്രയും നാള് ജനങ്ങളെ കൊള്ളയടിച്ച് കച്ചവടക്കാരെയൊക്കെ കൊള്ളയടിച്ചതിന് ശേഷം കൂട്ടി 100 രൂപ വരെ നമ്മൾ ഉദാഹരണം കൂട്ടിയിട്ട് ഇപ്പൊ കൊണ്ടുവന്ന് GSTയിൽ കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു വ്യാപാരി എന്നുള്ള നിലയിൽ ഞാനിത് അംഗീകരിക്കുന്നില്ല. കാരണം ഇവരിപ്പോ GST കുറച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ 18% ഉള്ളതൊക്കെ 5%, നേരത്തെ 5% ഉള്ളു. ഇത് കേന്ദ്ര ഗവൺമെന്റ് കൂട്ടിയെ. പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത്, എന്നെയും മനുവിനെയും ഒക്കെ കേരളത്തിൽ കാത്തിരിക്കുന്നതിനകത്തൊരു ദോഷമുണ്ട്. ഒരു മാസം നമുക്ക് 600-650 കോടി രൂപ കേരളത്തിന് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ലോസ് വരും. അതായത് നമ്മളുടെ
സംസ്ഥാന ഗവൺമെന്റ്, അതായത് വരുമാനക്കുറവ്, നികുതി വരുമാനത്തിൽ കുറവുണ്ടാവും, ഗണ്യമായ വരുമാനത്തിൽ കോടി കുറവ് വരും. അതായത് 8,000 മുതൽ 10,000, അതായത് ശരാശരി ഒരു മാസം 650 കോടി രൂപയുടെ ഇത് വരും. അപ്പോൾ സർക്കാർ വേറെ തലത്തിലൊക്കെ എന്നെയും മനുവിനെയൊക്കെ പിഴിയാൻ ശ്രമിക്കും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതില് കേന്ദ്ര ഗവൺമെന്റിന് അവരുടെ വിഹിതം കൃത്യമായി പോകുന്നുണ്ട്. പക്ഷേ ഇതില് എനിക്കുള്ളൊരു എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് സർക്കാർ ഒരു പ്രതിസന്ധിയിലാണ്, ഒരു ഡൊണേഷൻ കൊടുക്കുന്നതിൽ നമുക്ക് വിയോജിപ്പുണ്ടാകില്ല. പക്ഷേ നമ്മൾ പല ആളുകളും എന്നോട് പറയുന്നതാണ്, നിങ്ങളൊരു വലിയ കുറ്റവാളിയാണ് എന്ന തരത്തിൽ. ഒരു ബൈക്ക് എവിടെയെങ്കിലും ചായക്കടയ്ക്ക് മുന്നിൽ ഒന്ന് പാർക്ക് ചെയ്തതിനായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവരിങ്ങനെ പുറകെ നടക്കുകയാണ് ആളുകളെ എങ്ങനെയും കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വീട്ടിനകത്ത് നിന്ന് പോയിരിക്കുന്നു എന്തെങ്കിലും കണ്ട് ആളുകളെ ഇങ്ങനെ പുറകെ നടന്ന് പിടിച്ചിട്ട്. അല്ല, വിഷയം ഞാൻ അതിലോട്ട് പോകുന്നില്ല. അത് സംസ്ഥാന ഗവൺമെന്റിനെയും പോലീസ് അതിലോട്ട് പോകുന്നില്ല. GST ഞാൻ ഒരു കൃത്യമായി പറഞ്ഞില്ല. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്, അത് ഈ നാട്ടിൽ വില പിടിച്ചു നിർത്തണമെങ്കിൽ 2 കാര്യമേ പറ്റത്തുള്ളൂ: പെട്രോളും ഡീസലും ഗ്യാസും. അല്ല, പക്ഷെ അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ GST കൗൺസിലിൽ അങ്ങനെ ആവശ്യപ്പെടാത്തത് എന്താണ്? പെട്രോളും ഗ്യാസും ഞാൻ പറഞ്ഞല്ലോ, പരേതനായ മരണപ്പെട്ട മുൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ, കോൺഗ്രസ് പറഞ്ഞ, UPA പറഞ്ഞ GST ഇതല്ല. അത് മനസ്സിലാക്ക്. ആ GSTയും ഈ GSTയും രായും പകലും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ GSTയില് ഓക്കെ അതെല്ലാം പോയി. അത് 2014 വരെയുള്ള കാര്യമാണ്. പക്ഷെ 2014 ശേഷം ഈ UPA മുന്നണി ഡീസലിലും പെട്രോളിലും ഗ്യാസിലും എന്തുകൊണ്ട് GSTയിൽ കൊണ്ടുവന്നൂടാ? ആ GSTയിൽ കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിൽ, ഞാൻ പറഞ്ഞുതരാം, 2014 UPA ഇന്ത്യ ഞങ്ങൾ വിടുമ്പോൾ അന്ന് 140 രൂപ ബാരലിന് വിലയുള്ള സമയത്ത് അന്നത്തെ പെട്രോളിന്റെ വില വെറും 72 രൂപയേ ഉള്ളു. മനു പെട്രോൾ അടിക്കുന്ന ആളാ. ഇന്ന് 110 രൂപയ്ക്ക് അടുത്ത് വന്നു. പക്ഷേ അതിനകത്തൊരു കാര്യമാണ്, ഓരോ നിത്യോപയോഗ സാധനങ്ങളും കഴിഞ്ഞ ഈ 11 വർഷമായിട്ട് നമ്മളുടെ നാട്ടിൽ ഈ GST അവർ കൊണ്ടുവന്നെങ്കിലും ഒരൊറ്റ അടിക്ക്, അതായത് 22 രൂപയ്ക്ക് ഞാൻ പഞ്ചസാര വിറ്റ ആളാ. 2014 22 രൂപയ്ക്ക് പഞ്ചസാര വിറ്റാണ്. ഇന്ന് 45 രൂപയാണ് പഞ്ചസാരയുടെ വില. അത് കണക്ക് തന്നെ മല്ലി, നമ്മളെ മലയാളികൾ മസാല ഉപയോഗിക്കുന്ന ആളുകളാ. 80 രൂപയ്ക്ക് ഞാൻ മല്ലി വിറ്റ ആളെ 2014. ഇവരുടെ ഈ ഡ്യൂട്ടി അന്നും ഇന്നും പ്രൊഡക്ഷൻ സ്ഥലത്തൊന്ന കർഷകന് കിട്ടുന്ന ഒരു പൈസ തന്നെ, ഒരു മാറ്റവും ഇല്ല. പക്ഷെ സർക്കാർ എളുപ്പം 18ഉം 28ഉം ആക്കുമ്പം 80 രൂപയെ കിടന്ന മല്ലി ഇന്ന് 190 രൂപയാണ്. നിങ്ങൾ അതാ നോക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഗുണം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനില്ല, പണിയെടുക്കുന്ന തൊഴിലാളിക്കില്ല, ഇല്ല. ഇത് കച്ചവടക്കാരനുമില്ല. കച്ചവടക്കാരനുമില്ല. ഇത് സർക്കാരിന്റെ ഒരു കളി. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോൾ അവരെവിടൊക്കെ ഇലക്ഷൻ വരുന്നു, അത് മുന്നിൽ കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ പറയാം, അത് മുന്നിൽ കണ്ടുകൊണ്ട് ഉണക്കമുളക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ 76 രൂപയ്ക്ക് 2014 UPA പോകുമ്പോൾ വിട്ടത്. അത് അന്നത്തെ 5% ഉള്ളു. മനസ്സിലായി? അപ്പൊ അതർക്ക് ഓരോ സാധനവും 1 by 1 ആയിട്ട് എടുത്താൽ ഈ GST ഒരു പോസിറ്റീവ് അല്ല ജനങ്ങൾക്ക്. നിങ്ങൾ പറയുന്നത് വണ്ടിക്ക് 1 ലക്ഷം രൂപ ഉള്ള വണ്ടി 18% 5% ആക്കി 12,000 രൂപ കുറച്ച്. അങ്ങനല്ല. അതിന് ആ വണ്ടി പ്രൊഡക്ഷൻ ചെയ്യുന്ന അവർ കുറയ്ക്കണം. അവരിപ്പോ പറയുന്ന ഒരു ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് പ്രൊഡക്ഷൻ 4 മാസത്തിന് മുമ്പ് ചെയ്തപ്പം അതിന്റെ പ്രൈസ് അന്ന് അങ്ങനെ അല്ലായിരുന്നു. പുതിയ സ്റ്റോക്കിന്റെ പ്രൈസ് ഇത്, പഴയ സ്റ്റോക്കിന്റെ പ്രൈസ് ഇത്. എന്തായാലും ഇത് 1 വർഷമാവും ഇതെല്ലാം കൂടി പ്രാബല്യത്തിൽ വരാൻ. അപ്പോഴും 2014 മുകളിൽ നിൽക്കുകയാണ് ഇപ്പോഴും ഈ GST. അതാ ഞങ്ങൾ പറഞ്ഞ, UPA പറഞ്ഞ, കോൺഗ്രസ് പറഞ്ഞ GST ഇതല്ലേ അല്ല, ഒരിക്കലും അല്ല. ഇതിൽ ഒരുപാട് വ്യത്യാസം. ഇതിപ്പോ സംസ്ഥാന ഗവൺമെന്റിന് ഈ അവര് ഭരിക്കാത്ത സ്ഥലങ്ങളിലുള്ള നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഒരു സഹായവും തരത്തില്ല. പക്ഷെ അവര് ഭരിക്കുന്ന UPA ഭരിക്കുന്ന, അല്ല മീൻസ് NDA ഭരിക്കുന്ന സ്ഥലത്ത് അവര് സാമ്പത്തിക സഹായം ചെയ്യും. പക്ഷെ ഇവിടെ ചെയ്യത്തില്ല. 600 കോടി രൂപ എല്ലാ മാസവും നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇത് കേന്ദ്ര ഗവൺമെന്റ് 2-3 സ്ഥലത്തെ ഇലക്ഷൻ കണ്ടുകൊണ്ട് ഇത് ഇനി പയ്യെ പെർസെന്റേജ് കൂട്ടിക്കൊണ്ടേ ഇരിക്കും അവര്. അത് ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് ഈ GSTയെ ഒരു നല്ലൊരു കൃത്യമായൊരു CA-കാരൻ ഇതിനകത്ത് വന്നാൽ അവര് കൃത്യമായി പറഞ്ഞു തരും. ഈ GST വ്യാപാരികളെ സംബന്ധിച്ചോളം, പൊതുജനത്തിനെ സംബന്ധിച്ചോളവും ഒരു ചുക്കും കേരളത്തിനെ സംബന്ധിച്ചോളം കിട്ടാനില്ല, ഒന്നും കിട്ടത്തില്ല. അതാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ GST ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനം 5 മണിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ് അതിൽ പറയുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നത് ബാലനാണ്. ശ്രീ ബാലൻ, നമ്മുടെ സമയം കഴിയാറായി. ശ്രീ ബാലനുമായിട്ട് സംസാരിച്ചത് കുറേ ദിവസമായി. അപ്പോൾ ഞാൻ സമയം കഴിയാറായിട്ട് അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ശ്രീ ബാലൻ, കേൾക്കാമോ?
ഓക്കെ, ശ്രീ റഷീദ് കൊയിലാണ്ടിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദ്, അങ്ങയുമായി സംസാരിച്ചിട്ട് കുറേ ദിവസമായി, ഓണമൊക്കെ കലക്കിയോ? അതെ, ഞാനിന്ന് മനുവായിട്ട് സംസാരിക്കാൻ കഴിയാത്ത കുറെ നാളുകളായി എന്നാണ് എന്റെ ഓർമ്മ. അമ്മയുടെ അസുഖമൊക്കെ മാറിയില്ലേ? ഏതാണ്ടൊക്കെ ഒരു ഗുണം പ്രാപിച്ചു. ഒരു അമ്മയുടെ മകനാണ് ഞാൻ. എനിക്കറിയാം, പ്രായമായവര് പ്രത്യേകിച്ച് നമ്മളെ ഇഷ്ടപ്പെടുന്നത്, നമ്മള് പോയി ഇരുന്നാൽ തന്നെ നമുക്ക് മനസ്സിനൊരു സുഖം തരുന്ന ഉമ്മ എന്നൊക്കെ പറയുന്നത് അത് വല്ലാത്ത ഒരു അനുഭവമാണ്. അതാണ് ചോദിച്ചത്. സുഖം ഉണ്ടെങ്കിൽ തന്നെ മനസ്സിന് നമുക്ക് വളരെ സംതൃപ്തി ഉണ്ടാവും, സുഖം ഉണ്ടാവുന്നില്ല. അതെ അതെ. ഏതായാലും പിന്നെ GST കേന്ദ്ര ഗവൺമെന്റ് കുറക്കുന്നു എന്നത് ആശ്വാസകരമാണ്. എന്ത് തന്നെയാലും ഒരു ഭരണാധികാരികളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ലല്ലോ, ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സർക്കാർ ഉണ്ടാവുക എന്നതിലൊക്കെ ആണല്ലോ നമ്മുടെ ആ രീതിയിലാണല്ലോ ഭരണം. ആര് വരുന്നു ആര് പോകുന്നു എന്നതിനപ്പുറം ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാവുക എന്നത് നമ്മുടെയൊക്കെ ഒരാഗ്രഹമാണ്. ഈ GSTയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 28 സ്ലാബ് പൂർണ്ണമായും എടുത്തു കളഞ്ഞ് 18, 12, 5 അല്ലേ, ആ രീതിയിലാണ്. 18 ഇനി 12 12ഉം 5 ഉള്ളു. അത് അപ്പൊ 28ഉം 18ഉം 5ഉം എന്ന 2 സ്ലാബുകളാക്കി മാറ്റും. അതെ അതെ. അപ്പൊ 12, 28 എടുത്തു കളഞ്ഞു. എന്താന്ന് വെച്ചാല് അത് ജനങ്ങൾക്ക് ഫലപ്രദമായ ഗുണപ്രദമായ രീതിയിൽ ആക്കുന്ന രീതിയെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല ഗവൺമെന്റ്. ഇതെങ്ങനെയാണ് മോണിറ്റർ ചെയ്യുക? നമ്മളിപ്പോ ഉപഭോക്താക്കള് നമ്മൾ ഓരോ സാധനങ്ങൾക്കും പോകുന്നേരം നേരത്തെ ഉണ്ടായിരുന്ന വിലയും ഇപ്പോഴത്തെ ഉണ്ടായ വിലയും GST ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരും ജനങ്ങളെ. അത് എല്ലാ ഉപഭോക്താക്കളും കടയിൽ ചെല്ലുമ്പോൾ വില നോക്കണം. അതിപ്പോൾ പുതിയ സ്റ്റിക്കർ ഒട്ടിച്ച് വരേണ്ടതാണ് അടുത്ത ദിവസങ്ങൾ കഴിയുമ്പോൾ. പഴയ സാധനങ്ങൾ മാർച്ച് 31 വരെ ഏതാണ്ട് അത് സ്റ്റിക്കർ ഒട്ടിച്ച് ഉപയോഗിക്കാം, പിന്നീട് പുതിയതിൽ വരണം. അപ്പൊ അത് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. അത് ഈ വ്യാപാരികളും അതേപോലെ തന്നെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ആളുകളും ഒക്കെ നമ്മളെ പറ്റിക്കുന്നുണ്ടോ വഞ്ചിക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിന് വലിയ നഷ്ടം വരും. GST നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ കേരള സർക്കാരിന് ഈ പറഞ്ഞതുപോലെ വലിയ നഷ്ടം വരും. അപ്പൊ ആ നഷ്ടം നികത്താൻ നമ്മളെ പിഴിയുകയും ചെയ്യും കേരള സർക്കാർ. ഈ പറഞ്ഞതുപോലെ എന്തെല്ലാം പിഴകൾ നമ്മളിൽ നിന്ന് വസൂലാക്കാൻ ശ്രമിക്കും അതൊക്കെ അവർ ശ്രമിക്കാതിരിക്കില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പയ്യോളിയില് ഒരു ആവശ്യത്തിന് പോയപ്പോഴേ ഞാൻ നോക്കുന്നേരം ഒരു പോലീസുകാരന് അതിലെ നോ എൻട്രിയാണ്, അതിലെ വരുന്ന എല്ലാ സൈക്കിളിന്റെയും ഫോട്ടോ എടുക്കുക. അപ്പൊ ഞാൻ ഈ അന്വേഷിച്ച് നോക്കുന്നേരം ഇത് ഫൈൻ അടിക്കാൻ വേണ്ടിയിട്ടാണ്. തടഞ്ഞാ മതി, അത് അവിടെ നിന്ന് തടഞ്ഞ ഇതിലേ പോകരുതെന്ന് പറയുന്നതിന് വരെ അവർ വരട്ടെ, എന്നിട്ട് ഫോട്ടോ എടുത്തില്ലേ. അതെ, സൈക്കിളുകാർ അറിയുന്നില്ല. ഈ പോകുന്ന കുട്ടികളൊന്നും എല്ലാം മക്കളായി പോകുന്നു, ചെറിയ ചെറിയ മക്കളായി പോകുന്നു, അവരൊന്നും അറിയുന്നില്ല ഇത് എന്റെ ഫോട്ടോ. നമുക്ക് ഈ സമയം അതിക്രമിച്ചുകൊണ്ടാണ് ശ്രീ റഷീദ്, ഇത് കേരളത്തിലെ പൊതു കഥയാണ്. ഏതായാലും അങ്ങുമായി സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മളിത് പിന്നെ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇത് കേരളത്തിൽ BJPക്ക് ഒരു നേട്ടമാകുമോ എന്ന ഒരു ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. അതിൽ ആളുകൾ ഭൂരിപക്ഷം 62% അത് അങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ബാക്കി 38% അത് രാഷ്ട്രീയ നേട്ടമാകില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.